ഏതാണ്ട് 10-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെയുള്ള വ്യത്യസ്ത ക്ഷേത്ര ലിഖിതങ്ങൾ, ക്ഷേത്ര ശിലാലിഖിതങ്ങൾ, തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുരിയൂർ ഗ്രന്ഥവരി മുതലായ ക്ഷേത്ര ഗ്രന്ഥവരികൾ, അനുഷ്ഠാന ഗ്രന്ഥവരികളൊക്കെ പരിശോധിച്ചാൽ അവിടെ എവിടെയും ഒരു ക്ഷേത്രത്തിലും രാമായണ മാസം നടത്തിയതിന്റെ ഒരു തെളിവ് പോലും ഇല്ല. രാമായണ മാസം എന്നൊന്ന് ചരിത്രത്തിൽ നിലനിന്നിരുന്നില്ല എന്ന് കേരളത്തിലെ ശിലാലിഖിതങ്ങളും ക്ഷേത്ര അനുഷ്ഠാന ഗ്രന്ഥവരികളും പരിശോധിച്ചാൽ വ്യക്തമാണ്. ബ്രാഹ്മണരായോ ക്ഷത്രിയരായോ വൈശ്യരായോ ജനിച്ചാൽ മാത്രമേ രാമനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എഴുത്തച്ഛന്റെ രാമൻ നമ്മളോട് പറയുന്നത്. ഗംഗയെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇന്ന് ഗംഗ പോകണ്ട എന്ന് പറയുന്നതല്ല. അച്ഛനെന്നുള്ളിൽ നിശ്ചയെന്നാൽ അത് നിശ്ചയം ഉറച്ചിടണം അമ്മ. എന്താണോ അച്ഛന്റെ ഇച്ഛ അത് തന്നെയാണ് തന്റെ ഇച്ഛയെന്ന് അമ്മമാരെല്ലാം കരുതണം. ഇതാണ് സന്ധ്യക്കിരുന്ന് അമ്മമാരിരുന്ന് വായിക്കുക. സന്ധ്യക്കിരുന്ന് ഈ പുസ്തകം തന്നെ, ഈ വരികൾ തന്നെ വായിക്കുക. അയ്യോ ഭഗവാനെന്നും പറഞ്ഞ് ഇത് തന്നെയാ വായിക്കുന്നത്. അച്ഛനെന്നുള്ളിലൊന്ന് നിശ്ചയെന്നാലത് നിശ്ചയം ഉറച്ചിടണം അമ്മയിൽ രാമ രാമ പാഹിമ. ഇതാണ്. അപ്പം പുരുഷാധിപത്യപരമായ ഒരു വ്യവസ്ഥയെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വായിച്ച് അതിനെ സ്വാംശീകരിക്കുക. വിവാദങ്ങൾ വരുന്ന എല്ലാ സന്ദർഭത്തിലും ഈ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ പറയും അതിന് ബ്രാഹ്മണനൊന്നുമല്ലല്ലോ രാമായണം എഴുതിയത്, ദളിതരും പിന്നോക്ക ജാതിക്കാരും ഒക്കെ അല്ലേ ഈ രാമായണമൊക്കെ എഴുതിയത്. വ്യാസൻ കീഴാളൻ, വാൽമീകി കീഴാളൻ, അങ്ങനെ കീഴാളനായ വാൽമീകിയും ദളിതനായ വാൽമീകി എഴുതിയ കൃതികളെ ദളിതർ തന്നെ തള്ളി പറയാം. അങ്ങനെ വാൽമീകിയെ കീഴാളനാക്കി വാൽമീകി രാമായണത്തിന്റെ മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ ആവരണ ജനതയെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന കുൽസിതമായ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ ശക്തികൾക്ക് ഈ വിഷയത്തിലുണ്ട്. യഥാവിചാരഃ സ തഥാഹി ബുദ്ധ. ബുദ്ധൻ പവനാണ്. ചില ആളുകൾ വ്യാഖ്യാനിച്ചത് ഞാൻ ഈ പരാമർശം മുമ്പ് പലതവണ നടക്കുന്നു. അപ്പൊ അന്നൊക്കെ ഉന്നയിച്ച ഒരു ആരോപണം വെച്ചാൽ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനാണെന്ന് അർത്ഥം. അല്ലാതെ ഡോക്ടർ ശ്യാംകുമാർ പറയുന്നത് പോലെ ബുദ്ധനൊന്നുമല്ല. തൊട്ടടുത്ത വാചകം നോക്കൂ, തഥാഗതം. തഥാഗതം എന്ന് പറയുന്ന ആരാണ്? ബുദ്ധനാണ്. ബുദ്ധനാണ് തഥാഗതൻ. പ്രജകൾ ഏറ്റവും സംശയത്തോടെ വീക്ഷിക്കേണ്ടവരും അഭിജ്ഞന്മാർ മുഖം നൽകാൻ ആഗ്രഹിക്കാത്തവരുമാണ് ബൗദ്ധരും നാസ്തികരും എന്ന് രാമൻ വ്യക്തമാക്കുന്നു. ഇങ്ങനെ മനുഷ്യരുടെ രൂപത്തിൽ സംസാരിക്കുകയും കൈകൂപ്പും ഒക്കെ ചെയ്യുന്ന അസ്ത്രങ്ങൾ ആരായിരിക്കും? അവരെല്ലാം തന്നെ വിശ്വാമിത്രന്റെ ആര്യ ചാവേർപ്പടകളാണ്. ചാവേർപ്പടകളാണ്. അസുരന്മാരെയും രാക്ഷസന്മാരെയും അനാര്യ ജനതകളെയും തദ്ദേശീയ ജനവിഭാഗങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള ചാവേർപ്പടകളാണ് അസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് മനുഷ്യരൂപം വന്നത്. അത് കേവലമായ ആയുധങ്ങളല്ലെന്ന് വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ജ്യേഷ്ഠോ വിതസ്തം സമ്പാദേ ജടായുരനുജസ്തവ മാനുഷം രൂപമാസ്തായ. ശ്രദ്ധിക്കുക, മാനുഷം രൂപമാസ്തായ ഗൃഹീതാം ചരണവുമ. അല്ലയോ സമ്പാദേ, മനുഷ്യരുടെ രൂപം കൊണ്ട് എന്റെ പാദങ്ങൾ പിടിച്ച് നമിച്ചിരുന്ന നിന്നെ മൂത്തവനായും ജടായുവിനെ ഇളയവനായും ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ ജടായു എന്ന് പറഞ്ഞ ആരാണ്? മനുഷ്യരൂപം കൊണ്ട ഒരാളാണ്, മനുഷ്യരാണ്. നോക്കൂ, ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അസുരന്മാരും രാക്ഷസന്മാരും ഒരിക്കലും ബ്രാഹ്മണ ദൈവങ്ങളെ പൂജിച്ചിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ദൈവം ബ്രഹ്മദേവനായിരുന്നു. ബ്രഹ്മദേവൻ എന്തു വരവും അവർക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധന മൂർത്തിയായിരുന്ന ബ്രഹ്മാവ് പിൽക്കാലത്ത് ആരാധനയ്ക്ക് അയോഗ്യനാക്കി ബ്രാഹ്മണനെ അദ്ദേഹത്തെ മാറ്റി. എന്തായാലും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്രനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? വജ്രം കൊണ്ട് മൂർധാവിടിച്ചു കൊന്നു. വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിൽ എവിടെയും വൃത്രൻ ഇന്ദ്രനോടോ ആര്യന്മാരോടോ എന്തെങ്കിലും തെറ്റുകയായി പറയുന്നില്ല. അങ്ങോട്ടൊന്നും ആക്രമിക്കാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ്. സീത പരിപ്രാജകനായ രാവണോട് പറയുകയാണ്. ആരണ്യകാണ്ഡം 47-ാമത്തെ സർഗം 17 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയും, എന്റെ ഭർത്താവ് രുരുക്കളെയും 2 തരം മാനുകളെയും വരാഹങ്ങളെയും കൊന്ന് ധാരാളം മാംസവുമായി ഉടലെത്തും എന്നാ പറയുന്നത്. അന്ന് വെയിറ്റ് ചെയ്യൂ, വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കറിയാക്കുകയോ
എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം, വെയിറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ഒരു സമകാലിക അവസ്ഥയിൽ രാമൻ ഒരു കേന്ദ്ര ബിംബമായി മാറുകയും ആ കേന്ദ്ര ബിംബത്തെ മുൻനിർത്തി ഒരു പ്രാണപ്രതിഷ്ഠ രൂപീകരിക്കപ്പെടുകയും ആ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു മതജാതി രാഷ്ട്രം രൂപീകരിക്കാനും ഒക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിർത്തുന്നതിന്, നമ്മുടെ സമൂഹം അത്തരത്തിൽ നിലനിൽക്കുന്നതിന്, മുന്നോട്ട് പോകുന്നതിനും ഒക്കെ തന്നെ ഇതിനെ തുറന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ആ അനിവാര്യതയുടെ ഭാഗമായിട്ടാണ് ഗ്രാമിക ഇത്തരമൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കരുതുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന രീതിയിൽ ധാരാളം രാമായണങ്ങളുണ്ട്. രാമായണത്തിന് പരമകളുണ്ട്. വാൽമീകി രാമായണത്തിന് പോലും ഭിന്ന പാഠങ്ങളുണ്ട്. പശ്ചിമോത്തരീയ പാഠവും പൂർവപാഠവും, ധാരാളം പ്രധാനപ്പെട്ട 4 പാഠങ്ങൾ വാൽമീകി രാമായണത്തിന് തന്നെയുണ്ട്. കേരളത്തിൽ നിരണം കവികൾ എഴുതിയ രാമായണമുണ്ട്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ വായിക്കുന്ന അധ്യാത്മരാമായണമുണ്ട്. രാമായണം 24 വൃത്തമുണ്ട്. ഇങ്ങനെ രാമായണത്തിന് തന്നെ വ്യത്യസ്ത പാഠഭേദങ്ങളുണ്ട്. തായ്ലൻഡിൽ പ്രചരിക്കുന്ന രാമായണമുണ്ട്, രാംകി. സംസ്കൃത പണ്ഡിതനായ സത്യവ്രത ശാസ്ത്രികൾ ശ്രീരാമകീർത്തി മഹാകാവ്യം എന്ന പേരിൽ അത് സംസ്കൃതത്തിലേക്ക്, തായ്ലൻഡിൽ നിലനിൽക്കുന്ന രാംകീൻ എന്ന് പറയുന്ന മഹാകാവ്യം സത്യവ്രത ശാസ്ത്രികൾ സംസ്കൃതത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രചരിക്കുന്ന രീതിയിലുള്ളൊരു രാമനെ അല്ല, ഹനുമാനെ അല്ല രാംകീനിൽ നമ്മൾ കാണുക. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രചരിക്കുന്ന ഹനുമാൻ ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ, തായ്ലൻഡിലെ രാംകീനിൽ മത്സ്യകന്യകയെ പ്രണയിക്കുന്ന ഹനുമാനെ, ബ്രഹ്മചാരി അല്ലാത്ത ഒരു ഹനുമാനെ രാംകീനിൽ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളുടെ കിടപ്പറകളിലേക്കൊക്കെ എത്തി നോക്കുന്ന ഒരു ഹനുമാനെ രാംകീനിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ നേരെ തിരിച്ച കഠിന ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു നിഷ്ഠാവാനായ വ്യക്തിയായി ഹനുമാൻ ഇന്ത്യൻ ഇതിഹാസ പാഠങ്ങളിൽ നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഹനുമാൻ പിൽക്കാലത്ത് രാമന്റെ ദാസനായി മാറിയത് എന്ന് ഡി കൊസാംബി ഇന്ത്യാ ചരിത്രത്തിന് ഒരു ആമുഖം എന്ന ഗ്രന്ഥത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കൊസാംബി നിരീക്ഷിക്കുന്നത്, കാർഷിക ഗോത്രത്തിന്റെ ദേവതയായ ഹനുമാൻ, ആ കാർഷിക ഗോത്രത്തെ ക്ഷത്രിയ രാജാക്കന്മാർ, പ്രത്യേകിച്ച് രാമനുമായി ബന്ധപ്പെട്ട ആ ഒരു പാരമ്പര്യം കീഴടക്കുന്ന ഘട്ടത്തിലാണ് ഹനുമാൻ രാമന്റെ ദാസനായി മാറുന്നത് എന്ന് ഡി കൊസാംബി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നായിരുന്നു ഡി കൊസാംബി അത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹത്തിന്റെ കത്തിയും അദ്ദേഹത്തിന്റെ തൂലികയും പിടിച്ചു വാങ്ങി അങ്ങനെ എഴുതിയ പുസ്തകം കത്തിച്ച് അതിനൊക്കെ സാധ്യതയുണ്ട്. ഒരു തരത്തിലും ഇതിനെ സാംസ്കാരികമായോ ചരിത്രപരമായോ ഒന്നും തന്നെ പരിശോധിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു വ്യവസ്ഥാക്രമമായി നമ്മുടെ സമൂഹം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. എന്നാൽ നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിദാസൻ രാമനെ മുൻനിർത്തി, സീതയെ മുൻനിർത്തി രാമനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. രഘുവംശത്തിൽ അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ചാവദ്ഭർത്തുരവർണമായ നിരാകൃഷ്ണോ വൃജനാതൃദേവി ആത്മാനമേവ സ്ഥിരദുഃഖഭാജ എന്ന് തുടങ്ങി സീത രാമനോട് ലക്ഷ്മണനെ മുൻനിർത്തി ലക്ഷ്മണനോട് പറയുകയാണ്, അല്ലയോ ലക്ഷ്മണ, നീ രാമനോട് പോയി പറയണം എൻ്റെ വിയോജിപ്പുകളല്ല എന്ന് കാളിദാസൻ സീതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാമനോടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. രാമന്റെ പ്രേമവും സീതയോടുള്ള രാമന്റെ കാമവും ഒരു മടിയും കൂടാതാണ് സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ ആനന്ദവർദ്ധനൻ ആവിഷ്കരിച്ചിട്ടുള്ള. 10ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിൽ
ധന്യാലോകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ധന്യാലോകത്തിൽ പറയുന്നു, സ്നിഗ്ധശ്യാമളകന്തിലിപ്തവിയതോ വെല്ലഫലാഘാകന വാദാശീകരണ പയോധ സുഹൃതാമാനന്ദകേകാക്കല കാമം സന്തുദൃഢം എന്ന് തുടങ്ങുന്ന ശ്ലോകം. അതിൽ പറയുകയാണ്, ആകാശത്ത് മഴക്കാറുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൊച്ചികളൊക്കെ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഈ അന്തരീക്ഷം കണ്ടിട്ട്, അല്ലയോ സീത, എനിക്ക് കാമം വർദ്ധിക്കുകയാണ്. കാമം സന്തുദൃഢം കടോര ഹൃദയം. ഞാൻ സഹിക്കുന്നില്ല, പിന്നെ എങ്ങനെ സീതയെ സഹിക്കും എന്ന് രാമന്റെ ഹൃദയത്തിലെ കാമവും പ്രേമവും എല്ലാം തന്നെ ഒരു മടിയും കൂടാതെ 10-ാം നൂറ്റാണ്ടിൽ ദുന്യാലോകത്തിൽ ആനന്ദവർദ്ധനൻ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ പറ്റില്ല, അതിന് അനുവദിക്കുകയില്ല എന്ന നിലയിലേക്ക് എത്തി. രാമകഥ പാഠങ്ങൾക്ക് ഭിന്ന രൂപങ്ങളുണ്ടായിരുന്നു. അത് ഏകശിലാത്മകമായ രൂപത്തിലല്ല രാമായണ പാഠങ്ങൾ, രാമകഥാ പാഠങ്ങൾ നിലനിന്നിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട വ്യത്യസ്ത സ്രോതസ്സുകളുണ്ട്. ഒന്ന് ബൗദ്ധ ജൈന രാമപാഠങ്ങൾ, രാമകഥാ പാഠങ്ങൾ. ദശരഥ ജാതകം, അനാമക ജാതകം, ദശരഥ കഥാനം തുടങ്ങിയ ബൗദ്ധ പാഠങ്ങളിൽ രാമന്റെ സഹോദരിയാണ് സീത. ദശരഥ ജാതകത്തിൽ നോക്കിയത് ഭാര്യയെ വധിക്കുന്ന വിവരണങ്ങളിൽ നിന്നും അനാമക ജാതകം അകലം പാലിക്കുന്നു. കാരണം ബുദ്ധന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറഞ്ഞ അഹിംസയാണ്. അതുകൊണ്ട് ബാലിയെ കൊല്ലുന്ന ഒരു രംഗം വിവരിക്കുന്നതിനെ പറ്റി അനാമക ജാതകത്തിന് ചിന്തിക്കാനേ കഴിയുന്നില്ല. അതുപോലെ തന്നെ ജൈന രാമായണ പാഠങ്ങളായിട്ടുള്ള വിമലസൂരിയുടെ പൗമചര്യവും രവിസേനയുടെ പത്മപുരാണവും അടങ്ങുന്ന ജൈന പാഠങ്ങൾ, അതിൽ രാമനും സീതയും സഹോദരങ്ങളാണ്. സഹോദരങ്ങളായ രാമനും സീതയും പരസ്പരം കല്യാണം കഴിക്കുക. ചിന്തിക്കാൻ കഴിയുമോ? ഇത് വിമലസൂരിയുടെ പൗമചര്യത്തിലും രവിസേനയുടെ പത്മപുരാണത്തിലും മാത്രമല്ല, വേദത്തിൽ പോലും. ഋഗ്വേദത്തിൽ യമനിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യമി യമനോട് പ്രാർത്ഥിക്കുന്നു. വള്ളത്തോട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമി മണൽത്തുരുത്തിൽ ആമോദമുൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപഴുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. സഹോദരിയായ യമി സഹോദര യമനോട് പറയുകയാണ്, ഈ ദ്വീപിൽ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നത്? വരൂ, നമുക്ക് കാമലീലോത്സവം ആസ്വദിക്കാം എന്ന് പറയുക. ഇതും കൂടെ ചേരുന്നതാണ് വേദ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ തനിശുദ്ധമായി ആധുനിക കാലത്തിന് സമ്പൂർണമായി ഇണങ്ങി ഒന്നും തന്നെ നമുക്ക് വേദത്തിൽ കണ്ടെടുക്കാൻ കഴിയില്ല. അന്നത്തെ മറ്റ് ലൈംഗിക വീഴ്ചകളും അത്തരം കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു സംസ്കാരമാണ് വേദത്തിലുള്ളത് എന്ന സാരം. വേദത്തിലെ അനുഷ്ഠാനങ്ങളാണ് ഇന്ന് പിന്തുടരേണ്ടതെന്ന് വന്നാൽ ഈ യമയമി സംവാദത്തെ എവിടെ കൊണ്ടുവന്ന് കെട്ടും നമ്മൾ? ദയാനന്ദ സരസ്വതി പിൽക്കാലത്ത് പറയുന്നില്ല, വേദത്തിലേക്ക് മടങ്ങാം. വേദത്തിലേക്ക് മടങ്ങാന്ന് പറഞ്ഞ് യമയമി സംവാദം വെച്ചിട്ട് മടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? സഹോദരനും സഹോദരിയും തമ്മിൽ ഉള്ള ഇത്തരത്തിലൊരു ബന്ധത്തെ പറ്റിയാണ് യമയമി സംവാദം പറയുന്നത്. അത്തരമൊരു സംസ്കാരത്തിലേക്കാണ് ഇന്ത്യ മടങ്ങുന്നതെങ്കിൽ എന്താണ് അവസ്ഥ? അപ്പൊ ഇത്തരം അവസ്ഥാവിശേഷങ്ങളൊക്കെ തന്നെ വേദപാഠങ്ങളിൽ ഉണ്ടായിരുന്നു. രാമായണത്തെ മുൻനിർത്തി ബൗദ്ധ ജൈന രാമപാഠങ്ങളിൽ തന്നെ ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനുകൊണ്ട് രാമായണത്തിന്റെ ഇത്തരം ഫലങ്ങളെ സംബന്ധിച്ച് വിശദമായി ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആമുഖത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്. കാരണം ജനാധിപത്യ വിരുദ്ധ ശക്തികൾ രാമായണത്തിന്റെ ഈ ഫലങ്ങളെ വെറുക്കുന്നു. നമുക്കറിയാം, AK രാമാനുജന്റെ 300 രാമായണങ്ങൾക്കെതിരായി അവർ സൃഷ്ടിച്ച പ്രകോപനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ഭിന്നരാമായണ പാഠങ്ങളെ അവർ എതിർക്കുന്നത്? അത്തരം ഭിന്നതകൾ, വൈജാത്യങ്ങൾ, വൈവിധ്യങ്ങൾ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ അംഗീകരിക്കുന്നേയില്ല. ഏകാത്മകമായ ഒരു സ്വത്വത്തിലേക്ക് ഇന്ത്യ ചരിത്രത്തെയും ഇന്ത്യയുടെ സംസ്കാരത്തെയും കൊണ്ടുചെന്ന് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരം ഏകാത്മകമായ ഒരു സ്വത്വം ഇന്ത്യക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രധാനമായി 2 പാഠങ്ങൾ പരിശോധിക്കാനാണ് ലക്ഷ്യമാക്കുന്നത്. ഒന്ന്, കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും
ജനാധിപത്യ വിരുദ്ധ ശക്തികൾ അവരുടെ മേൽക്കോയ്മ പാഠമായി കരുതുന്ന വാൽമീകി രാമായണവുമാണ് ഇന്നത്തെ സംഭാഷണത്തിൽ പ്രധാനമായി പരിശോധിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് സംഭാഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും എന്തുകൊണ്ട് അത് രണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിനൊരു പീഠികയുണ്ട്. ആ പീഠിക എന്താണെന്ന് ചോദിച്ചാൽ, കർക്കിടക മാസം എന്ന് നമുക്കെല്ലാവർക്കും കൊല്ലവർഷത്തെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു മലയാള മാസത്തെ പിൽക്കാലത്ത് രാമായണ മാസമാക്കി മാറ്റി എന്നുള്ളതാണ്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെയുള്ള വ്യത്യസ്ത ക്ഷേത്ര ലിഖിതങ്ങൾ, ക്ഷേത്ര ശിലാലിഖിതങ്ങൾ, തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി മുതലായ ക്ഷേത്ര ഗ്രന്ഥവരികൾ, അനുഷ്ഠാന ഗ്രന്ഥവരികളൊക്കെ പരിശോധിച്ചാൽ അവിടെ എവിടെയും ഒരു ക്ഷേത്രത്തിലും രാമായണ മാസം നടത്തിയതിന്റെ ഒരു തെളിവ് പോലും ഇല്ല. പക്ഷേ മഹാഭാരത പട്ടത്താനം നടത്തിയത് സംബന്ധിച്ച് തെളിവുണ്ട്. മഹാഭാരത വായന നടത്തിയിരുന്നു, മഹാഭാരത പാരായണം, മഹാഭാരതം വായിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ. മഹാഭാരതം വായിക്കുന്നതിന് വേണ്ടി മഹാഭാരത പട്ടർ എന്ന് പറയുന്ന ഒരു പട്ടരെ നിയമിക്കുകയും അയാൾക്ക് വിരുത്തിയായിട്ട് ഭൂമി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിരുത്തിയായിട്ട് ഭൂമി നൽകുക എന്ന് വെച്ചാൽ, ഒരാൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാസം മാസം ശമ്പളം കൊടുക്കുകയല്ല, അയാൾക്ക് ഭൂമി അയാളുടെ ജീവിത വൃത്തിയായിട്ട് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? അതൊരു പാരമ്പര്യ വൃത്തിയായിട്ട് മാറും. കേരളത്തിൽ ജാതി വ്യവസ്ഥ എങ്ങനെയാ തുടർന്നെന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ കൈകാര്യക്രമത്തിലൂടെയാണ് ജാതി വ്യവസ്ഥ ഉറച്ചത് എന്നർത്ഥം. കാരണം ഭൂമി പാരമ്പര്യമായി കൈയേൽക്കപ്പെട്ടു. അപ്പോൾ ഒരു മഹാഭാരത ഭട്ടർക്ക് ഭൂമി വിട്ടുകൊടുത്താൽ പാരമ്പര്യമായിട്ട് ഭൂമി അയാൾക്ക് തന്നെ, അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ വൃത്തി തുടർന്നു പോരുകയും ചെയ്യും. അങ്ങനെയാണ് പാരമ്പര്യമായി ജാതി വ്യവസ്ഥ ഉറച്ചു പോയത്. കാരണം അത് ഭൂമിയുടെ ക്രയവിക്രയവുമായും വിഭവാധികാരവുമായി ബന്ധപ്പെട്ട് കൂടിയതാണ് എന്നർത്ഥം. തൽക്കാലം അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ രാമായണ മാസം എന്നൊന്ന് ചരിത്രത്തിൽ നിലനിന്നിരുന്നില്ല എന്ന് കേരളത്തിലെ ശിലാലിഖിതങ്ങളും ക്ഷേത്ര അനുഷ്ഠാന ഗ്രന്ഥവരികളും പരിശോധിച്ചാൽ വ്യക്തമാണ്. അത് വളരെ 80-കൾക്ക് ശേഷം നിലവിൽ വന്നതാണ്. എന്തുകൊണ്ട് 80-കൾക്ക് ശേഷം നിലവിൽ വരാൻ ഒരു സവിശേഷമായ കാരണമുണ്ട്. എന്തുകൊണ്ട് നിലവിൽ വന്നു? ആദ്യമായി ഇത് ശക്തി പ്രാപിക്കുന്നത് തമിഴകത്താണ്. തമിഴകത്ത് ഇത് കൊണ്ടുവരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. അത് ഹിന്ദുത്വവാദികളുടെ തന്നെ അന്നത്തെ ചില ലേഖനങ്ങളിൽ എന്തുകൊണ്ട് ഞങ്ങൾ തമിഴകത്തേക്ക് ഈ പാരമ്പര്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് അവർ ചില ലേഖനങ്ങളിൽ എഴുതുന്നുണ്ട്. അതിനൊരു കാരണം, തമിഴകത്തെ കീഴാളരാക്കപ്പെട്ട സമുദായങ്ങൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നു. ആ പരിവർത്തനത്തെ തടയുവാനാണ് ഇത്തരമൊരു കാര്യവുമായി ഹിന്ദുത്വ ശക്തികൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാമായണ മാസം എവിടേക്ക് കടന്നു വരുന്നത്? കേരളത്തിലേക്കും കടന്നു വരുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയം അറിയണമെങ്കിൽ 1932 നവംബർ 8-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബര കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് സർക്കാർ, തിരുവിതാംകൂർ സർക്കാരിന്. അതിൽ പറയുന്നത് 2 കൂട്ടം കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് മിഷണറിമാരും മുഹമ്മദൻസും കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് വലിയ ഉലച്ചിലുകൾ സൃഷ്ടിച്ചു. കേരളത്തിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷ് മിഷണറിമാരും മുഹമ്മദൻസും കേരളത്തിൽ നിലനിന്ന ചാതുർവർണ്ണ ജാതി വ്യവസ്ഥ ഉലച്ചു. അതുകൊണ്ട് അവർണർക്ക് ഹിന്ദുമതത്തോട് വിശ്വാസമില്ലാതായി, അതിനോട് യാതൊരു താല്പര്യവുമില്ല എന്ന് 32-ലെ റിപ്പോർട്ടിൽ, പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങളുള്ള ഒരു റിപ്പോർട്ടിലാണ് ഇത് പരാമർശിക്കുന്നത്. 32-ലാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പ്രത്യേകിച്ച്. അതിന്റെ ഒരു തുടർച്ചയിൽ 80-കളിൽ എന്ത് സംഭവിക്കുന്നു? ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി, രാമനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി, രാമായണത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ ഈ രാമായണ പാരായണങ്ങൾ പ്രചരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയാണ് നമുക്ക് രാമായണത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് രാമായണം തിരഞ്ഞെടുക്കപ്പെടുന്നു? എന്തുകൊണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം രാമായണ പാരായണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഈ സംഭാഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്.
നമ്മൾ വിചാരിക്കുന്നത് പോലെ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത്ര നിഷ്കളങ്കമായ ഒരു കൃതിയല്ല. അങ്ങനെ ഒരു നിഷ്കളങ്കമായ കൃതി ആയിരുന്നുവെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നില്ല. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന് ഒരു സാംസ്കാരിക രാഷ്ട്രീയമുണ്ട് എന്നർത്ഥം. അതെന്താണെന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം ബാലകാന്ഡം തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം എൻ ചേതോദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നു. കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ, അതായത് ഈ ലോകത്തിന്റെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ള കാരണഭൂതൻ, ആ കാരണഭൂതരായിട്ടുള്ള ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം, കാലാകുന്ന താമര, ചരണം അംബുജം, അംബുജം താമര, ചരണാംബുജം കാലാകുന്ന താമര. ബ്രാഹ്മണരുടെ കാല് സാധാരണ കാലല്ല, പിന്നെ എങ്ങനത്തെ കാലാണ്? താമരക്കാലാണ്. താമരക്കണ്ണൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. അതുപോലെ ഇത് താമരക്കാലാണ്. ആ താമരക്കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊരു സാഹിത്യ ഭംഗിക്ക് എഴുത്തച്ഛൻ പറഞ്ഞതല്ലേ, അതൊക്കെ നമ്മൾ ലളിതമായി വിട്ടുകൂടെ. സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഇമാതിരി രാഷ്ട്രീയ വ്യാഖ്യാനമൊക്കെ നടത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മധ്യകാല കേരളത്തിൽ ക്ഷേത്രത്തിലെ അശുദ്ധി നിവാരണം ചെയ്യാൻ ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഉപയോഗിച്ചിരുന്നു എന്ന് കുഴിക്കാട്ട് പച്ച ഉൾപ്പെടെയുള്ള തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു. അയിത്തജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അയിത്തം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണരെ ഇരുത്തി കാല് കഴുകി ചൂട്ടിച്ച് അതിന്റെ എച്ചിലെടുത്ത് ബിംബത്തിൽ സ്പർശിക്കണമെന്നാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ 10ാം പടലത്തിൽ, പ്രായശ്ചിത്ത പടലത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ക്ഷേത്രത്തിൽ അശുദ്ധി വന്നാൽ എന്ത് ചെയ്യണം? ബ്രാഹ്മണരെ ഇരുത്തി കാല് കഴുകി ചൂട്ടി അതിന്റെ എച്ചിലെടുത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ കൊണ്ട് സ്പർശിച്ചാൽ വിഗ്രഹത്തിന്റെ അശുദ്ധി മാറും, ക്ഷേത്രത്തിന്റെ അശുദ്ധി മാറും. അപ്പൊ വീണ്ടും ചോദിക്കും, അത് കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അത് വല്ലതും ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. 16ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് ഉത്തരാർദ്ധം വരെ എഴുതപ്പെട്ട തിരുവല്ല ഗ്രന്ഥവരി, തിരുവല്ല പറമ്പൂരില്ലം ഗ്രന്ഥവരിയില് 36 ബ്രാഹ്മണരെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് കാല് കഴുകി ചൂട്ടി ഇതുപോലെ പാൽപ്പായസം കൊണ്ട് സ്പർശിച്ചതിനെ പറ്റി തിരുവല്ല ഗ്രന്ഥവരിയിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് മഹാത്മാഗാന്ധി സർവകലാശാല പ്രസിദ്ധീകരിച്ച തിരുവല്ല ഗ്രന്ഥവരി എടുത്ത് പരിശോധിച്ചാൽ മതി. അതിനകത്ത് ഇത് വളരെ വിശദമായിട്ട് 2-3 ഖണ്ഡികകളിൽ ഈ ഇരുത്തി കാല് കഴുകി ചൂട്ടിയതിനെ പറ്റിയുള്ള പരാമർശം കാണാം. അപ്പൊ എഴുത്തച്ഛൻ ഇത് പറഞ്ഞത് വെറുതെ അല്ല എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എഴുത്തച്ഛന്റെ രാഷ്ട്രീയം ബ്രാഹ്മണ്യ രാഷ്ട്രീയമാണ്. അദ്ദേഹം പറയും, വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിയിടുന്നു. ഞാൻ എന്തിനാണ് ഈ രാമായണം പറയുന്നത്, ചൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ബോധഹീനന്മാർക്ക്, ബോധമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ, അറിയില്ലാത്ത വൈദങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുത്തച്ഛൻ എഴുതി. അപ്പൊ നമ്മൾ അടുത്ത വരി നോക്കും, ആരാണ് ഈ അറിവില്ലാത്ത ബോധഹീനന്മാർ? ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി എന്നാണ്. അപ്പൊ ജാതി നിന്ദിതരും ധനസ്ത്രീ പരസ്ത്രീ ധനഹാരി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അപ്പൊ ജാതി നിന്ദിതരെയും പാപികളെയും രാമായണ കഥ കേൾപ്പിക്കുന്നതിലൂടെ ചാതുർവർണ്ണ ധർമാഖ്യാനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഇപ്പൊ രാമായണത്തിലും ചാതുർവർണ്യാഖ്യാനങ്ങളിലും വിശ്വാസമില്ലാത്ത, അതിനെതിരെ പോരടിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ ചാതുർവർണ്യ ധർമാഖ്യാനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൃതിയാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഭാഗത്ത് പറയും, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിലൂടെ എഴുത്തച്ഛൻ പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുമെന്നാണ്. നിങ്ങളൊരു കുട്ടിയെ ചൂരൽ വെച്ച് അടിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൂരൽ വെടി വെച്ച് അടി കിട്ടുമെന്നാണ് ആ സിദ്ധാന്തത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാപകർമ്മം ചെയ്താൽ ആ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കുമെന്നുള്ള ലളിതമായ വ്യാഖ്യാനമല്ല കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. കർമ്മസിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും നിലനിൽക്കുന്നത്.
വിഷ്ണുധർമ്മസൂത്രത്തിൽ പറയും, നിങ്ങൾ ഈ ജന്മത്തിൽ ഒരു പുണ്യവാനായി ജനിക്കുന്നതിന് കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ജന്മം ഒരാൾ ബ്രാഹ്മണനായി ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ ഏറ്റവും കൂടിയ ജാതിയിൽ ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഷുഗർ വരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഷുഗർ വന്നത്, പ്രമേഹം വന്നത്. ഈ ഗ്രാമികളുടെ ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം പേരും എന്തായാലും ഷുഗറിന്റെ പിടിയിൽ അമർന്നവരാണ്. അപ്പൊ ഗ്രാമികയുടെ വേദി ഇരിക്കുന്നവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ കർമ്മസിദ്ധാന്തം അനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവരാണ്. ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്? സായണന്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഷുഗർ വരാൻ കാരണം, പ്രമേഹം വരാൻ കാരണം കഴിഞ്ഞ മുൻജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മം പ്രമേഹം വരുന്നത്. അപ്പൊ ഇങ്ങനെ ചാതുർവർണ്ണ്യത്തെയും മനുഷ്യർക്ക് വരുന്ന രോഗങ്ങളെ പോലും ശ്രേണീകൃതമായ അസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനപ്പെടുത്തുക. ഇത് ശങ്കരന്റെ അദ്വൈത സിദ്ധാന്ത ഭാഷ്യങ്ങളിൽ പോലും ഇത് വളരെ വ്യക്തമാണ്. സ്ത്രീകളും വൈശ്യരും ശൂദ്രനും പാപയോനികളാണെന്ന് ശങ്കരാചാര്യർ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരൻ എഴുതുന്നു. ബ്രഹ്മം എന്ന പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രാഹ്മണന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മമെന്ന് വിളിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ എഴുതുന്നു. അതിഥി എന്ന പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഗൗതമ ധർമ്മസൂത്രം പറയുന്നത് ബ്രാഹ്മണർ മാത്രമാണ് അതിഥി, മറ്റാരെ അതിഥിയായിട്ട് ആര് കാണുന്നില്ല? ഗൗതമ ധർമ്മസൂത്രം കാണുന്നില്ല. ഇങ്ങനെ കർമ്മ പുനർജന്മ സിദ്ധാന്തം അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത്? അത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുകയും ജാതി വ്യവസ്ഥയ്ക്കെതിരായ അവർണ ജനതയുടെ പോരാട്ടങ്ങളെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ജന്മം ദുരിതം അനുഭവിക്കുന്നതിന്റെ കാരണം നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലമാണെന്ന് പറയുന്നതോടുകൂടി ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ അസമത്വങ്ങൾ മുഴുവൻ അവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ ഈ സിദ്ധാന്തം പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഈ സാമൂഹ്യ അസമത്വ വ്യവസ്ഥക്കെതിരായ എല്ലാ കലാപങ്ങളെയും ബ്രാഹ്മണ്യ വ്യവസ്ഥ നിഷ്പ്രഭമാക്കി മാറ്റി. അതിനെതിരെ ഒരു കലാപവും ഉയർന്നു വരാതിരിക്കാൻ കർമ്മ പുനർജന്മ സിദ്ധാന്തം അവതരിപ്പിച്ചു. എഴുത്തച്ഛന്റെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പോലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ പറയും, ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ചണ്ടകർമ്മങ്ങൾ ചെയ്തവരാണ് ഈ ജന്മത്തിൽ ചണ്ടാളന്മാരായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഈ ചണ്ടാളന്മാരോട് സമൂഹം എങ്ങനെ പെരുമാറുന്നറിയാം? അർത്ഥശാസ്ത്രം എടുത്ത് നോക്കണം. അർത്ഥശാസ്ത്രത്തിൽ പറയും, ചണ്ടാളന്മാരെ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുത്, അവർക്ക് ശ്മശാനത്തിന്റെ സമീപം മാത്രമേ വീട് കെട്ടാൻ പാടുള്ളൂ. അപ്പൊ വീണ്ടും ചോദിക്കും, ഇത് പഴയ കാലത്തെ കാര്യമല്ലേ പറയുന്നത്? ഈ പുതിയ കാലത്ത് ഈ അർത്ഥശാസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ ജെ പ്രഭാഷ് അദ്ദേഹത്തിന്റെ വാരണാസിയിലെ അവിടെ ശവം ദഹിപ്പിക്കുന്ന ആളുകളെ പറ്റി എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലേഖനത്തിൽ. അതിൽ ഡോക്ടർ ജെ പ്രഭാഷ് പറയുന്നത്, ചണ്ടാളന്മാരെക്കാളും ഹീനമായ അവസ്ഥയിലാണ് കാശ്മീരിലെ ശ്മശാനത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നു. അവർക്ക് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, ജോലി തേടി പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ജാതി വ്യവസ്ഥ പതിത്വം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ശ്മശാനത്തിന്റെ കാവൽക്കാരായി അവർ ഇപ്പോഴും അവിടെ കഴിയുന്നു എന്ന് ഡോക്ടർ ജെ പ്രഭാഷിന്റെ ലേഖനം തെളിയിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളോ പൗരാണികമായ കേവല കാര്യങ്ങളോ അല്ല. ഈ പുരാണ കഥകളുടെ പേരിലാണ് ഒരു സമൂഹം ഇപ്പോഴും ഇന്ത്യയിൽ ദുരിതം അനുഭവിക്കുന്നത് എന്ന് ഇതൊക്കെ തന്നെ തെളിയിക്കുന്നു. ഇതാണ് കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ 2 വരിയെ പറഞ്ഞുള്ളൂ, പക്ഷെ അതിന്റെ സാമൂഹ്യ വിവക്ഷ ഇത്രയും വിശാലമാണെന്നാണ് പറഞ്ഞതിന്റെ സാരം. ഒരിടത്ത് അദ്ദേഹം പറയും, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു 2 വരിയാണ്, കൊച്ചു ക്ലാസ്സുകളിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലക്ഷ്മണോപദേശം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കൻ. ഭോഗങ്ങൾ, സുഖഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെ, മിന്നൽ പോലെ ചഞ്ചലമാണ്, പെട്ടെന്ന് തന്നെ ഇല്ലാതാണ്. വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കൻ, വളരെ പെട്ടെന്ന് നമ്മുടെ ആയുസ്സും നശിച്ചു പോകും.
കേട്ട് കഴിയുമ്പോൾ എന്തോ വലിയ ഫിലോസഫിയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സംഗതി എന്താണ്? ഇത് ഇന്ത്യയിലെ അവർണ ഇത് പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇന്ത്യയിലെ അവർണ ജനതയ്ക്ക് ഭൗതികമായ ആസ്പദങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവിക്കുന്നു. അവര് സന്ധ്യയ്ക്കെതിരുന്ന് വായിച്ചാൽ ആ ഭോഗങ്ങൾ അല്ലെങ്കിൽ ഭൗതികാസ്പദങ്ങളോട് വിരക്തി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നാൽ നമ്മൾ മറച്ചു ചിന്തിക്കലും. ഇന്ത്യയിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരാരെങ്കിലും എഴുത്തച്ഛന്റെ വാക്ക് കേട്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭയാണെന്ന് കരുതി അവരെല്ലാം ഭോഗങ്ങൾ ഉപേക്ഷിച്ചൊരു ചരിത്രം നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ പോലും ചില പ്രശ്നങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തന്നെയല്ല, രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന രംഗം കൂടി രാമായണത്തിലുണ്ട്. അദ്ദേഹം പറയും, സാക്ഷാൽ രാമൻ, എഴുത്തച്ഛന്റെ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാം മാമടം. ഭൂമിയിൽ നീ ദ്വിജനായി പറഞ്ഞാൽ എന്നെ പൂജിക്കാം. ഇന്നിപ്പോ രാമനെ എല്ലാവരും പൂജിക്കുന്നുണ്ടല്ലേ? നാലമ്പല തീർത്ഥാടനം എന്ന പേരില് രാമായണ വായനയുടെ പേരിൽ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി ആ മാസത്തിൽ നാലമ്പല തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടനം നടത്താനും ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എല്ലാവർക്കും പ്രവേശിക്കാനും ആരാധന നടത്താനും പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയിൽ മതേതര രാഷ്ട്രമായതുകൊണ്ടാണ്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ കിളിപ്പാട്ട് രാമായണമായിരുന്നു നമ്മുടെ ആദർശമെങ്കിൽ ആർക്കെങ്കിലും രാമനെ ആരാധിക്കാൻ പറ്റുമോ? പറ്റില്ല. രാമൻ പറയുന്നത് എന്താണ്? ഭൂമിയിൽ എന്നെ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? ത്രൈവർണികനായിട്ട് ജനിക്കണം. ബ്രാഹ്മണരായോ ക്ഷത്രിയരായോ വൈശ്യരായോ ജനിച്ചാൽ മാത്രമേ രാമനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എഴുത്തച്ഛന്റെ രാമൻ നമ്മളോട് പറയുന്നത്. മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കുക മാമടും. എഴുത്തച്ഛന്റെ രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉമാമഹേശ്വര സംവാദമായിട്ടാണ്. എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ട് ഉമാമഹേശ്വര സംവാദമാണ്. പാർവതിയോട് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് രാമായണ ആഖ്യാനം, എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്. അതിൽ പാർവതി പറയും, വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ. എനിക്ക് വർണ്ണധർമ്മങ്ങൾ ഉപദേശിച്ചത് കേട്ട് സന്തോഷമായെന്നാണ് പാർവതി പറയുന്നത്. എന്താണ് വർണ്ണധർമ്മങ്ങൾ? വർണ്ണധർമ്മങ്ങൾ എന്ന് പറയുന്നത് ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയുടെ അസമത്വ വ്യവസ്ഥകളും അതിന്റെ ധർമ്മക്രമങ്ങളുമാണ് വർണ്ണധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ വർണ്ണധർമ്മ പ്രയോഗങ്ങളെല്ലാം കേട്ട് എനിക്ക് വളരെ സന്തോഷമായെന്നാണ് പാർവതി പറയുന്നത്. ഇനി സ്ത്രീധർമ്മത്തെ പറ്റി എന്താണ് എഴുത്തച്ഛന്റെ രാമായണം പറയുന്നത്? ഭർത്തൃകർമാനുകരണമാണ് പാതിവൃത്യനിഷ്ഠ. ഭർത്താവിനെ ജീവിതകാലം മുഴുവൻ സേവിക്കലാണ് ആരുടെ ജോലി? സ്ത്രീകളുടെ ജോലി. അച്ഛനെന്തുള്ളിലും നിശ്ചയെന്നാൽ അത് നിശ്ചയം ഉറച്ചിടേണം അമ്മയിൽ. അച്ഛൻ എന്താണോ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടമെന്ന് ആര് വിചാരിക്കണം? അമ്മ വിചാരിക്കണം. അച്ഛൻ ഇന്ന് വൈകിട്ട് ചാമേരിയുടെ കഞ്ഞി മതിയെന്ന് വിചാരിച്ചാൽ അമ്മ എന്ത് വിചാരിക്കണം? എനിക്കും ചാമേരി കഞ്ഞി മതിയെന്ന് വിചാരിക്കണം. ലുലുമാളിൽ പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. മണിച്ചിത്രത്താഴിലെ രംഗം ഓർക്കുക. ഗംഗയെന്നൊരു വിളിയുണ്ടല്ലോ, ഇന്ന് ഗംഗ പോകണ്ട എന്ന് പറയുന്ന പോലെ അച്ഛനെന്തുള്ളിലും നിശ്ചയെന്നാൽ അത് നിശ്ചയം ഉറച്ചിടണം അമ്മയിൽ. എന്താണോ അച്ഛൻ്റെ ഇച്ഛ അത് തന്നെയാണ് തൻ്റെ ഇച്ഛയെന്ന് അമ്മമാരെല്ലാം കരുതണം. ഇതാണ് സന്ധ്യക്കിരുന്ന് അമ്മമാരിരുന്ന് വായിക്കുക. സന്ധ്യക്കിരുന്ന് ഈ പുസ്തകം തന്നെ, ഈ വരികൾ തന്നെ വായിക്കുക. അയ്യോ ഭഗവാനെന്നും പറഞ്ഞ് ഇത് തന്നെയാണ് വായിക്കുന്നത്. അച്ഛനെന്തുള്ളിലും നിശ്ചയെന്നാൽ അത് നിശ്ചയം ഉറച്ചിടണം അമ്മയിൽ രാമരാമ പാഹിമ. ഇതാണ്. അപ്പം പുരുഷാധിപത്യപരമായ ഒരു വ്യവസ്ഥയെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വായിച്ച് അതിനെ സ്വാംശീകരിക്കുക. പുരുഷാധിപത്യ വ്യവസ്ഥയെ, ആൺകോയ്മ വ്യവസ്ഥയെ നമ്മൾ തന്നെ സ്വാംശീകരിക്കുക. സീത രാമനോട് പറയുന്നൊരു വാക്യമുണ്ട്, പാദ ശുശ്രൂഷ വ്രതം മുടക്കായ്മേ. നിന്റെ പാദ ശുശ്രൂഷ എനിക്കൊരിക്കലും മുടക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഏത് നേരം ഇങ്ങനെ കാലം ഞെക്കിക്കൊണ്ടിരിക്കണം. അതാണ് പാദ ശുശ്രൂഷ വ്രതം മുടക്കായ്മേ. വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപമം. ഭർത്താവിൻ്റെ ഉച്ചിഷ്ടമാണ് എനിക്ക് അമൃതം. ഇങ്ങനെ വിചാരിച്ചൊരു തലമുറ ഉണ്ട് കേരളത്തിൽ. എനിക്കതിന് സംശയമൊന്നുമില്ല. ഭർത്താവ് കഴിച്ചതിന് ശേഷം അതിലെ എന്താണ് ആ മുരിങ്ങക്കോല്, ഞാൻ ആ മുരിങ്ങക്കോലിന്റെ വിശേഷങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല.
ആ മുരിങ്ങക്കോലും കൂട്ടി ചോറുണ്ണുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തും. അതിലേക്കൊക്കെ നയിച്ചെന്താണ് ഈ രാമായണ പാരായണം, അതിന്റെ വ്യവസ്ഥാക്രമങ്ങളുമാണ്. അപ്പോഴാണ് നമ്മൾ ഈ ടൈറ്റിൽ നോക്കേണ്ടത്, രാമായണം സംസ്കാരവും പ്രത്യയശാസ്ത്രവും. എന്ത് സംസ്കാരവും എന്ത് പ്രത്യയശാസ്ത്രവുമാണ് രാമായണത്തിന്റെ പാഠങ്ങൾ, ഈ മേൽക്കോയ്മ പാഠങ്ങൾ. ഞാനിതിനെ മേൽക്കോയ്മ പാഠങ്ങളെന്ന് വിളിക്കുന്നത്. ഈ മേൽക്കോയ്മ പാഠങ്ങൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ പുരുഷാധിപത്യ ക്രമവും ബ്രാഹ്മണ പൗരോഹിത്യ ആധിപത്യ വ്യവസ്ഥയും ജനസമൂഹങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ഈ പ്രധാനപ്പെട്ട മേൽക്കോയ്മ പാഠങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എഴുത്തച്ഛന്റെ രാമായണത്തെ പറ്റി ഇതിൽ കൂടുതൽ പറയാനുണ്ട്, പക്ഷേ സമയത്തിന്റെ കുറവ് കാരണം അതിന്റെ വിപുലമായ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി വാൽമീകിയുടെ രാമായണത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ അവരുടെ ആധിപത്യ പാഠമായി കൊണ്ടു നടക്കുന്നത് വാൽമീകി രാമായണം ആയതുകൊണ്ട് തന്നെ അത് സുപ്രധാനമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്, വാൽമീകി ഒരു കീഴാളനാണ്, അദ്ദേഹം ഒരു ദളിതനാണ്. വിവാദങ്ങൾ വരുന്ന എല്ലാ സന്ദർഭത്തിലും ഈ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ പറയും, അതിന് ബ്രാഹ്മണനൊന്നുമല്ലല്ലോ രാമായണം എഴുതിയത്, ദളിതരും പിന്നൊക്കെ ജാതിക്കാരും ഒക്കെ അല്ലേ ഈ രാമായണമൊക്കെ എഴുതിയത്. വ്യാസൻ കീഴാളൻ, വാൽമീകി കീഴാളൻ, അങ്ങനെ കീഴാളരായ വാൽമീകിയും ദളിതനായ വാൽമീകി എഴുതിയ കൃതികളെ ദളിതർ തന്നെ തെള്ളിപ്പറയാം. അങ്ങനെ വാൽമീകിയെ കീഴാളനാക്കി വാൽമീകി രാമായണത്തിന്റെ മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ ആവരണ ജനതയെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന കുൽസിതമായ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ ശക്തികൾക്ക് ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് ആരാണ് വാൽമീകി എന്ന ആമുഖമായി തന്നെ നമുക്ക് അന്വേഷിക്കണം. വാൽമീകി ഒരു കാട്ടാളനായിരുന്നെന്ന് വാദിക്കുന്നവരുണ്ട്. തോട്ടിപ്പണി ചെയ്യുന്ന ഭാംഗി സമുദായക്കാർ വാൽമീകിയെ പൂജിക്കുന്നത് അദ്ദേഹത്തിന്റെ ദളിതത്വത്തിന്റെ ഉപോദ്ബലകമായി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വാൽമീകി രാമായണത്തിൽ തന്നെ അദ്ദേഹം പ്രജേതസിന്റെ 10ാമത്തെ പുത്രനാണെന്ന് വാൽമീകി രാമായണത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രജേതസോഹം ദശമഹ പുത്ര രാഘവനന്ദന. അല്ലയോ രാമ, ഞാൻ പ്രജേതസിന്റെ 10ാമത്തെ പുത്രനാണ്, അല്ല ഞാൻ കാട്ടാളനൊന്നുമായിരുന്നു. പ്രജേതസ് ഒരു ബ്രാഹ്മണൻ. പ്രജേതസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ഋഷിയുടെ 10ാമത്തെ പുത്രനാണ് താനെന്ന് വാൽമീകി തന്നെ പറയുന്നു. ഇനി സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിൽ, ഈ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തെ ആധാരമാക്കിയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണം രചിച്ചത്. ആ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിൽ എന്താണ് പറയുന്നത്? അഹം പുരാ കിരാതേഷു കിരാതൈ സഹ വർദ്ധിതഃ ജന്മമാത്ര ദ്വിജത്വം മേ ശൂദ്രാചാരരതഃ സദാ എന്ന് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണത്തിൽ പറയും. അതായത് അഹം പുര, ഞാൻ പണ്ട് കിരാതേഷു കാട്ടാളന്മാരുടെ കൂടെ, കിരാതന്മാരുടെ കൂടെ വർദ്ധിച്ചിരുന്നു, അവരുടെ കൂടെ വളർന്നു. ജന്മമാത്ര ദ്വിജത്വം മേ, ഞാൻ ജന്മം കൊണ്ട് ആരാണ്? ദ്വിജനാണ്, ബ്രാഹ്മണനാണ്. ശൂദ്രാചാരരതഃ സദാ, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും പ്രവർത്തി കൊണ്ട് ഞാൻ ആരായിപ്പോയി? ശൂദ്രനായി. അപ്പൊ ഇവിടെയും വാൽമീകി ആരാണ്? വാൽമീകി ജന്മം കൊണ്ട് ആരാണ്? വാൽമീകി ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. അപ്പം സംസ്കൃത കൃതികളിൽ തന്നെ പറയുന്നു വാൽമീകി ഒരു ബ്രാഹ്മണനാണ്. അല്ലെങ്കിൽ മറ്റൊരു ചരിത്ര വായനയിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അതുവരെ നിലനിന്നിരുന്ന കീഴാളമായ പരിപ്രേക്ഷ്യത്തിലുണ്ടായിരുന്ന ഇത്തരം ഇതിഹാസ പാഠങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന കീഴാള കർത്തൃത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ബ്രാഹ്മണ്യാഖ്യാനങ്ങൾ അത്തരം കർത്തൃത്വത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദളിതരും പിന്നോക്ക ജാതിക്കാരുമാണ് രാമായണത്തിന്റെ കർത്താക്കളെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. അത് ബ്രാഹ്മണർ തന്നെ രചിച്ചതാണ് എന്ന് വാൽമീകി രാമായണവും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മ രാമായണവും വന്നു നിന്ന് നമ്മളോട് സാക്ഷ്യം പറയും. തന്നെയല്ല, രാമായണം എഴുതപ്പെടുകയായിരുന്നില്ല, രാമായണം പാടി പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ കർണാകർണികയ പ്രചരിച്ചതിന് ശേഷം വളരെ പിൽക്കാലത്താണ് എഴുതപ്പെട്ടത്. BC 4ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ രചന CE 4ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്നു. അങ്ങനെ സുദീർഘമായ ഒരു ചരിത്രഘട്ടത്തിലാണ് വാൽമീകി രാമായണത്തിന്റെ രചന പൂർത്തീകരിച്ചത്. അല്ലാതെ ഒറ്റൊരു സുപ്രഭാതത്തിലിരുന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രചന പൂർത്തീകരിക്കുകയായിരുന്നില്ല. സുദീർഘമായൊരു ചരിത്ര പ്രക്രിയയിലൂടെയാണ്, സുദീർഘമായൊരു കാലഘട്ടത്തിലാണ്
ആ കാലഘട്ടത്തിന്റെ അനസ്യൂതമായ സഞ്ചാര പ്രക്രിയകൾക്കുള്ളിലാണ് വാൽമീകി രാമായണത്തിന്റെ രചന നടന്നത് എന്ന് സാരം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ചിന്താ പരിണാമങ്ങളും സമൂഹത്തിൽ നിന്നുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളും അതീശ മേൽക്കോയ്മയുടെ പാഠങ്ങളും അതീശ മേൽക്കോയ്മ വ്യവഹാരങ്ങളും ഈ രാമായണ പാഠങ്ങളിലേക്ക് നിരന്തരം കടന്നു വന്നുകൊണ്ടിരുന്നു. അതിൽ വിമോചനാത്മകമായി ഉണ്ടായിരുന്ന എന്തെങ്കിലും അംശങ്ങളെ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് അധികാര മേൽക്കോയ്മയുടെ പാഠങ്ങൾ പിൽക്കാലത്ത് സുശക്തമായി സ്ഥാപിതമായതിന്റെ തെളിവാണ് ഇത് നമുക്ക് ലഭിക്കുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും അതുപോലെ തന്നെ വാൽമീകി രാമായണവും. അപ്പൊ വാൽമീകിക്ക് ഈ കഥ എവിടെ നിന്ന് കിട്ടി? വാൽമീകി ഈ കഥ നാരദൻ പറഞ്ഞു കൊടുക്കാം, അല്ലാതെ അദ്ദേഹം കണ്ണടച്ചിരുന്നപ്പം എന്താണ് മേളിൽ നിന്ന് പൊട്ടി താഴോട്ട് വീണിട്ട് കിട്ടിയതല്ല, നാരദൻ പറഞ്ഞു കൊടുത്തതാണ്. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ തന്നെ അത് പറയും. ശ്രുത്വാ ചൈതത്രിലോകജ്ഞോ വാൽമീകി നാരദോ വചഃ ശ്രൂയതാമിതി ചാമന്ത്രിയ പ്രകൃഷ്ടോ വാക്യം അബ്രവീത്. ശ്രുത്വാ എന്നാണ് പറയുന്നത്, കേട്ടോളൂ. ശ്രൂയതാമിതി, കേൾക്കൂ. അല്ല, എഴുതൂന്നല്ല പറയുന്നത്, കേൾക്കൂന്ന. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കുകയായി. ഇനി തന്നെ ഈ വാൽമീകി രാമായണം അവസാനിക്കുമ്പോൾ യുദ്ധകാണ്ഡത്തിൽ പറയും ആർക്കാണ് ഈ കഥ കേൾക്കുവാനുള്ള അവകാശം. ഇന്നിപ്പോ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് എല്ലാവരും വാൽമീകി രാമായണം വായിക്കുന്നു, എല്ലാവരും എഴുത്തച്ഛന്റെ രാമായണവും വായിക്കുന്നു. പക്ഷെ വാൽമീകി രാമായണം തന്നെ പറയുന്നു ആർക്കൊക്കെയാണ് രാമായണം വായിക്കാൻ കഴിയുക. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിന്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ത്രൈവർണികർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ത്രൈവർണികരാണ് രാമായണം വായിക്കാൻ അർഹരെന്ന് വാൽമീകി രാമായണം പറയും. ശൂദ്രന് വരെ വേണമെങ്കിൽ ശൂദ്രർക്ക് കേൾക്കാം, ശൂദ്രർക്ക് വായിക്കാൻ പാടില്ല. ഇതാണ് വാൽമീകി രാമായണത്തിന്റെ വായനയുടെ ഒരു ചരിത്രം. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന പുസ്തകമല്ല വാൽമീകി രാമായണം. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. പഠൻ ദ്വിജോ വാ ഋഷഭത്വമീയാത്. വാൽമീകി രാമായണം പഠിക്കുന്ന ദ്വിജൻ വാക് ഋഷഭനായിത്തീരും. സ്യാ ക്ഷത്രിയോ ഭൂമി പതിത്വമീയാത്. ഇത് പഠിക്കുന്ന ക്ഷത്രിയൻ ഭൂമിപതിയായിട്ട് തീരും. വണിജ്ജനഃ പുണ്യഫലത്വമീയാ. വണിജ്ജനങ്ങൾ വൈശ്യരാരായിട്ട് മാറും, പുണ്യഫലം നേടുന്നവരായിട്ട് മാറും. ജനശ്ച ശൂദ്രോഭി മഹത്വമീയാണ്. ശൂദ്രന് മഹത്വമുള്ളവരായിട്ട് മാറും. ശ്രദ്ധിക്കണം, ശൂദ്രന് ഭൂമിപതിയായിട്ട് മാറുമെന്നോ ശൂദ്രർക്ക് പണം ഉണ്ടാവുമെന്നോ ശൂദ്രര് വാകൃഷഭരായിട്ട് മാറുമെന്നോ ഒന്നും പറയുന്നു. അവർക്ക് മഹത്വം ഉണ്ടാവുമെന്ന് പറയും. അത് ഈ പറഞ്ഞ രീതിയിൽ തോട്ടിപ്പണി ചെയ്യുന്നവർ അവരുടെ ജീവിതകാലം മുഴുവൻ തോട്ടിപ്പണി ചെയ്താൽ അവർ മഹാന്മാരായി മാറുമെന്ന് പറയുന്ന ഒരു തരം ഫിലോസഫിയുണ്ട്. ആ ഫിലോസഫിയാണ്. ശൂദ്രന്റെ ജോലി എന്താണ്? ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണന്റെ പാദസേവ. കേരളത്തിൽ എഴുതപ്പെട്ട ശാങ്കര സ്മൃതിയിൽ പറയും, ശൂദ്രൻ ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണനെ സേവിക്കേണ്ടവനാണെന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിരന്തരം വിചാരിക്കണമെന്ന് ശാങ്കര സ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പൊ രാമായണം പാടി പ്രചരിച്ച ആ ഒരു ആഖ്യാനം വാൽമീകി രാമായണ പാഠമായി സംസ്കൃതത്തിൽ ഉറപ്പിക്കപ്പെട്ടപ്പോൾ അത് ത്രൈവർണികരുടെ അധികാര മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഉറപ്പിക്കപ്പെട്ടു. ചതുർവർണ്ണങ്ങളിൽ പുറത്തുള്ള ഒരു മനുഷ്യരെ പറ്റിയുള്ള യാതൊരു പ്രസ്താവന ഇവിടെ ഇല്ല വാൽമീകി രാമായണത്തിൽ. വാൽമീകി രാമായണത്തിൽ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ രാമരാജ്യത്തിൽ ചാതുർവർണ്ണി അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അയോധ്യാകാണ്ഡത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി. ചാതുർവർണ്ണത്തിന് പുറത്തുള്ളവർക്ക് അവിടെ ജീവിക്കാൻ പാടില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറയുകയുണ്ടായി, കോട്ടയത്തെ തിരുനക്കരയിൽ വെച്ച് SNDPയുടെ ഒരു വാർഷിക സമ്മേളനം നടന്നു. ആ വാർഷിക സമ്മേളനത്തിന് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ പങ്കെടുത്തു. അദ്ദേഹം എല്ലാവരും രാമനാമം ജപിക്കണമെന്ന് ഈഴവരോട് ആഹ്വാനം ചെയ്തു. ആ വേദിയില് കേരളത്തിലെ പ്രബുദ്ധനായ സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ CO കരുണാകരൻ, OC ശ്രീനിവാസൻ തുടങ്ങിയ പ്രബുദ്ധ ദൈക്ഷണികരുണ്ടായിരുന്നു. അപ്പോ ഉടൻ തന്നെ സഹോദരൻ എണ്ണിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ പറയുന്ന രാമൻ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ? വേറെ രാമനെ പറ്റിയൊന്നും അല്ലല്ലോ പറയുന്നത്, ദശരഥപുത്രനായ രാമന്റെ കാര്യം തന്നെ അല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. സദസാകെ പ്രക്ഷുബ്ധമായി. TK മാധവൻ ഇടപെട്ടു. നമ്മൾ ക്ഷണിച്ചുകൊണ്ട് വന്ന അതിഥി അദ്ദേഹത്തിന്റെ ഉണ്ടാക്കരുത്. CO കരുണാകരനും സഹോദരൻ അയ്യപ്പനും രാവണാക്കി ജയ് വിളിച്ചു. രാമനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സഹോദരൻ അയ്യപ്പനും സംഘവും രാവണാക്കി ജയ് വിളിച്ചു.
അതിനുശേഷം പണ്ഡിറ്റ് മാളവ്യ വന്നു എന്ന് പറഞ്ഞൊരു ലേഖനം സഹോദരൻ അയ്യപ്പൻ എഴുതി. മാളവ്യ വന്നു എന്ന് പറഞ്ഞൊരു ലേഖനം സഹോദരൻ മാസികയിൽ എഴുതി. ആ ലേഖനത്തിൽ സഹോദരൻ ഇങ്ങനെ എഴുതി, രാമരാജ്യത്തിന്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറക്കലും ഈയമുരുക്കി ഒഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഈ വക പ്രസംഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും. ഇപ്പൊ ജോർജ് രാജ്യം, ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഈ ബ്രിട്ടീഷ് ഭരണം പോയിട്ട് രാമരാജ്യം വന്നാൽ ഈ മദൻ മോഹൻ മാളവ്യ ഉൾപ്പെടെയുള്ള സംഘം ഞങ്ങളുടെയൊക്കെ നാക്കറക്കുമെന്നാണ് സഹോദരൻ അയ്യപ്പൻ അന്നേ പറഞ്ഞു. ഗാന്ധിയുടെ മുഖത്ത് നോക്കി അയ്യപ്പൻ പറഞ്ഞല്ലോ, ഇവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലേ എന്ന് ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഗാന്ധി പറഞ്ഞു നോൺസെൻസ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം കസേര വിട്ട് എഴുന്നേറ്റ് പോയി ഗാന്ധി. അങ്ങനെ ഗാന്ധിയോട് ചോദിക്കാൻ സഹോദരൻ അയ്യപ്പനല്ലാതെ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ചരിത്രം നിലനിൽക്കുന്നുണ്ട്. രാമായണത്തെ വെല്ലുവിളിച്ച, രാമായണ പാഠത്തെ വെല്ലുവിളിച്ചൊരു ചരിത്രം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പോത്തേരി കുഞ്ഞമ്പു സരസ്വതി എഴുതിയ കുഞ്ഞമ്പുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു കൃതി എഴുതുന്നുണ്ട്, അധ്യാത്മരാമായണ നിരൂപണം എന്ന് പറയുന്ന രീതിയിലൊരു കൃതി. മഹാനായ പത്രാധിപർ സി വി കുഞ്ഞിരാമൻ പിന്നീട് എഴുതി, പോത്തേരി കുഞ്ഞമ്പുവിന്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. ഇങ്ങനെയാണ്. എന്തുകൊണ്ട് ഈ പാഠങ്ങളൊക്കെ പ്രധാനമാകുമെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ തന്നെ രാമായണത്തിന്റെ മേൽക്കോയ്മ പാഠത്തെ റദ്ദ് ചെയ്യുന്നൊരു ചരിത്ര സംസ്കാരം നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, രാമായണത്തിൽ വളരെ ശക്തമായി ഒരു പ്രതിസംസ്കാരത്തിന്റെ നിഴലുകളും പ്രകാശവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അല്ലാതെ എക്കാലം വലിയ അടിച്ചമർത്തലുകൾ അനുഭവിക്കുകയും ആരോട് എതിർക്കാതെ ഈ അടിമത്തം മുഴുവൻ അനുഭവിച്ചവരാണ് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് രാമായണത്തിലെ ബുദ്ധൻ. ജാബാലിയും രാമനും തമ്മിലുള്ള സംവാദമുണ്ട്. അതിൽ രാമനെ കാണാൻ വേണ്ടി ഭരതനുമൊക്കെ കാട്ടിലെത്തുക ദശരഥൻ മരിച്ചതിന് ശേഷം. അപ്പൊ ബലിയിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക, രാമനെ കൊണ്ട് ബലിയിടിപ്പിക്കുക. അപ്പൊ ജാബാലി പറഞ്ഞു, ജാബാലി രാമന്റെ മന്ത്രി, ദശരഥന്റെ മന്ത്രിമാരിൽ ഒരാളാണ്, വെറുതെ ഈ ബലിയിട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ, വെറുതെ ചോറെല്ലാം പാഴാക്കാവുന്നല്ല, ഉണ്ട ഉരുട്ടി വെച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്ന് ജാബാലി രാമനോട് പറയും. അങ്ങനെ ഇവിടെ ബലി ഉരുട്ടി പിണ്ടം വെച്ചാൽ എല്ലായിടത്തും ഇരിക്കുന്ന മരിച്ചുപോയ ദശരഥന് വയറ് നിറയുമായിരുന്നെങ്കിൽ യാത്ര പോകുന്ന പഥികന് ചോറ് കൊടുത്തു വിടേണ്ട ആവശ്യമില്ലല്ലോ. പകരം വീട്ടിൽ ചോറ് ഇലക്കകത്ത് വെച്ചാൽ പോരെ, അദ്ദേഹത്തിന് പോകുന്ന വഴിക്ക് വയറ് നിറയുമല്ലോ എന്നൊരു ലളിത യുക്തിയാണ് ജാബാലി രാമനോട് പറയുന്നത്. നല്ല ചീത്തയാണ് രാമൻ ജാബാലിയെ വിളിച്ചത്. എന്റെ അച്ഛനായ ദശരഥന് വട്ടായതുകൊണ്ടാണ്, അദ്ദേഹത്തിന് സ്ഥിരബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജാബാലിയെ പിടിച്ച് മന്ത്രിയാക്കിയത് എന്ന് പോലും രാമൻ പറയും. അതിനുശേഷം അദ്ദേഹം പറയും, യഥാഹി ചോരസ തദാഹി ബുദ്ധ സദാഗതം നാസ്തികമത്ര വിദ്ധി. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 109 സർഗം 34 ശ്ലോകം. യഥാഹി ചോരഹ സ തദാഹി ബുദ്ധ. ബുദ്ധൻ കള്ളനാണ്. ചില ആളുകൾ വ്യാഖ്യാനിച്ചത്, ഞാൻ ഈ പരാമർശം മുമ്പും പലതവണ നടത്തുന്നു, അപ്പൊ അന്നൊക്കെ ഉന്നയിച്ചൊരു ആരോപണം വെച്ചാൽ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനാണെന്ന് അർത്ഥം, അല്ലാതെ ഡോക്ടർ ശ്യാംകുമാർ പറയുന്നത് പോലെ അത് ബുദ്ധനൊന്നും അല്ല. തൊട്ടടുത്ത വാചകം നോക്കൂ, തഥാഗതം. തഥാഗതം എന്ന് പറയുന്ന ആരാണ്? ബുദ്ധനാണ്. ബുദ്ധനാണ് തഥാഗതൻ. പ്രജകൾ ഏറ്റവും സംശയത്തോടെ വീക്ഷിക്കേണ്ടവരും അഭിജ്ഞന്മാർ മുഖം നൽകാൻ ആഗ്രഹിക്കാത്തവരുമാണ് ബൗദ്ധരും നാസ്തികരുമെന്ന് രാമൻ വ്യക്തമാക്കുന്നു. തസ്മാദ്യഹ ശങ്ക്യതമഃ പ്രജാനാം സ നാസ്തികേനാഭിമുഖോ ബുധസ്യാത്. ബുധന്മാർ ഒരിക്കലും ഇവരെ അഭിമുഖീകരിക്കാൻ പാടില്ല എന്ന് പോലും വ്യക്തമാക്കുന്നത്. അതിനുശേഷം വസിഷ്ഠൻ പറയുന്നതാണ് രാമൻ കേൾക്കുന്നത്. വസിഷ്ഠൻ പിന്നെ പ്രപഞ്ചോത്പത്തിയൊക്കെ പറ്റി പറയുന്നുണ്ട്. ബ്രാഹ്മണികമായ ഒരു പ്രപഞ്ചോത്പത്തിയുടെ ആഖ്യാനം അദ്ദേഹം അവതരിപ്പിക്കുന്നു. ജാബാലി മുന്നോട്ട് വെച്ച അബ്രാഹ്മണികവും ബൗദ്ധവുമായ ആഖ്യാനത്തെ രാമൻ തെള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് വാൽമീകി രാമായണത്തിൽ ഈ ഭാഗം വായിച്ചതറിയാം. അപ്പൊ ചില ആളുകൾ ചെയ്തത് എന്താണ്? ഇതങ്ങ് പ്രക്ഷിപ്തമാണ്. നമ്മളേതെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ച ഭാഗം പ്രക്ഷിപ്തമാണെന്ന് പറയും. അങ്ങനെ പ്രക്ഷിപ്തമാണെന്ന് പറയാനാണെങ്കിൽ വാൽമീകി രാമായണത്തിന്റെ ചട്ട മാത്രമേ പിന്നെ കാണത്തുള്ളൂ. പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ രാമായണം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ട മാത്രം കാണും.
അങ്ങനെ പ്രക്ഷിപ്തമാണെന്ന് മാറ്റിവെച്ചു. അത് ഞാൻ ഈ ഭാഗം എല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അങ്ങനെ പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാമായണം എന്ന് പറയുന്ന പുസ്തകം പിന്നെ അവശേഷിക്കത്തില്ല. അതിന്റെ നൂലും പുസ്തകവും ചട്ടയും മാത്രമേ കാണുള്ളൂ. പൊതുവെ നമ്മൾ അസ്ത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. രാമായണം സീരിയലുകൾ ഇപ്പോഴും സൂര്യ ടിവിയിലും ഏഷ്യാനെറ്റിലും ദൂരദർശനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ പരമ്പരയിൽ കാണുന്ന എങ്ങനെയാണ്, അസ്ത്രം ഇങ്ങനെ അങ്ങോട്ട് വിടുന്നു, അതിങ്ങനെ വന്ന് കൂട്ടിമുട്ടുന്നു, ഭയങ്കര പ്രകാശം, ഇങ്ങനല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ വാൽമീകി രാമായണം വായിച്ചു നോക്കണം, എന്താണ് അസ്ത്രങ്ങളെന്ന് നമുക്ക് ബോധ്യപ്പെടും. വിശ്വാമിത്രന് എല്ലാ അസ്ത്രങ്ങളും വശമാണെന്ന് വസിഷ്ഠൻ ദശരഥനോട് പറയുന്നു. ഈ അസ്ത്രങ്ങളെല്ലാം ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായ ജയയും സുപ്രഭയും പ്രസവിച്ചവരാണെന്ന് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ അസ്ത്രങ്ങളെ ആരെങ്കിലും പ്രസവിക്കൂ? ജയാച സുപ്രഭാ ചൈവ ദക്ഷകന്യേ സുമധ്യമേ തേ സുതേ അസ്ത്രാണി ശസ്ത്രാണി ശതം പരമഭാസ്വര. അപ്പൊ ആരായിരിക്കും ഈ പ്രസവിക്കുന്ന അസ്ത്രങ്ങൾ? അസുരന്മാരെ വധിക്കാനാണ് സുപ്രഭ സംഹാരന്മാരെന്ന് പേരായ 50 അസ്ത്രപുത്രന്മാരെ പ്രസവിച്ചതെന്ന് വാൽമീകി രാമായണം വിവരിക്കുന്നു. ഈ അസ്ത്രങ്ങളെ കുറിച്ചെല്ലാം വിശ്വാമിത്രൻ നന്നായി അറിയാമെന്നും അതിനാൽ പേടി കൂടാതെ രാമനെ വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായി അയക്കാൻ മടിക്കേണ്ടതില്ലെന്നും വസിഷ്ഠൻ ദശരഥനെ ഉപദേശിക്കുന്നു. അപ്പൊ ഇതാരായിരിക്കും ഈ അസ്ത്രങ്ങൾ? ഇവരെ പ്രസവിച്ചവരാണെന്ന് പറയുന്നു. തന്നെയല്ല, വിശ്വാമിത്രൻ വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ ഈ അസ്ത്രങ്ങളെല്ലാം വന്നു. അവര് 2 കൈ കൊണ്ട് രാമനെ കൂപ്പി വിളിക്കുമ്പോൾ ഉടൻ തന്നെ എത്താമെന്ന് രാമനോട് പറയുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യരുടെ രൂപത്തിൽ സംസാരിക്കുകയും കൈകൂപ്പുകയൊക്കെ ചെയ്യുന്ന അസ്ത്രങ്ങൾ ആരായിരിക്കും? അവരെല്ലാം തന്നെ വിശ്വാമിത്രന്റെ ആര്യ ചാവേർപ്പടകളാണ്. ചാവേർപ്പടകളാണ്. അസുരന്മാരെയും രാക്ഷസന്മാരെയും അനാര്യ ജനതകളെയും തദ്ദേശീയ ജനവിഭാഗങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള ചാവേർപ്പടകളാണ് ഈ അസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് മനുഷ്യരൂപം വന്നത്. അത് കേവലമായ ആയുധങ്ങളല്ലെന്ന് വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന് പറയുന്നത് തന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിലേക്കുള്ള ഒരു പടയോട്ടമാണ്. കാരണം വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് വരുന്ന വഴിയിൽ താടകയെ കാണുന്നു. താടകയെ കാണുമ്പോൾ വിശ്വാമിത്രൻ ആജ്ഞാപിക്കുന്നു, ഗോ ബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമ. പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലയോ രാമ നീ താടകയെ വധിച്ചാലും. താടക എന്തെങ്കിലും തെറ്റ് രാമനോട് ചെയ്തായിട്ട് വാൽമീകി രാമായണത്തിൽ എവിടെയും പറയുന്നു. അവൾ ജനസ്ഥാനത്ത് വസിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അങ്ങോട്ട് ചെന്ന് ആര്യന്മാരെ ഉപദ്രവിക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ പറയും ഋഷിമാരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് ഋഷിമാർ? അതിന്റെ അർത്ഥം രാമൻ കാനനവാസത്തിനായിട്ട് ഗംഗാസമുദ്രത്തിലേക്കും മധ്യ ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആര്യൻ കുടിയേറ്റം മധ്യേന്ത്യ ഗംഗാസമുദ്ര പ്രദേശങ്ങളിൽ നടന്നിരുന്നു എന്നാണ് അത് തെളിയിക്കുന്നത്. ഞാൻ വാൽമീകി രാമായണത്തെ ചരിത്രമാക്കാൻ ആഗ്രഹിക്കുകയല്ല, മറിച്ച് ആ കഥയ്ക്കുള്ളിൽ അക്കാലത്തെ ചില സൂചനകൾ അന്തർഭവിക്കുന്നു എന്നുള്ളതാണ്. ആ സൂചനകൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. രാമൻ വരുന്നതിന് മുമ്പ് തന്നെ ആര്യൻ കുടിയേറ്റം വളരെ ശക്തമായിട്ട് നടന്നിരുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തിൽ ഉടനീളം ഇന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചു കാണത്തില്ല. വാൽമീകി രാമായണത്തിൽ ഇന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇന്ദ്രന്റെ സാരഥിയായ മാതലിയുടെ നിർദ്ദേശപ്രകാരമാണ് രാമൻ രാവണനെ വധിക്കുന്നത്. രാമൻ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു നോക്കി, രാമനെ വധിക്കാൻ പറ്റുന്നില്ല. തന്നെയല്ല, വാൽമീകി രാമായണം അനുസരിച്ച് ദശാനനൻ 10 തലയുള്ളവനെന്നല്ല വാൽമീകി രാമായണം പറയുന്നത്, 100 തലയുള്ളവനെന്നാണ് രാമായണത്തിൽ രാവണനെ പറ്റി പറയുന്നത്. 10 തലയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ വാൽമീകി രാവണനെ പറ്റി പറയുന്നത് രാവണന് 100 തലയുണ്ടെന്ന്. അങ്ങനെ 100 അസ്ത്രങ്ങൾ ചെയ്തിട്ടും രാവണൻ വധിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രന്റെ സാരഥിയായ മാതലി പറഞ്ഞിട്ടാണ് ബ്രഹ്മാസ്ത്രം ചെയ്ത് രാവണനെ വധിക്കുന്നത്. അപ്പോഴും മണ്ഡോദരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മണ്ഡോദരി വിലാപം. മണ്ഡോദരി പറയുന്നു, ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാണെന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ് മണ്ഡോദരി പറയുന്നത്. രാമനെ നേരിട്ട് കുറ്റപ്പെടുത്തുകയല്ല, ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ. എന്താണ് ഈ സന്ദർഭം എല്ലാം വ്യക്തമാക്കുന്നത്? തന്നെയല്ല, രാമൻ കടന്നു പോകുന്ന ഋഷിവാടങ്ങളിലെല്ലാം തന്നെ ഇന്ദ്രൻ എത്തുന്നുണ്ട്. ഇന്ദ്രൻ ആയുധങ്ങൾ ഋഷിമാർ വഴി രാമന് നൽകുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്ദ്രൻ ആര്യ നേതാവാണ്. ഋഗ്വേദം പരിശോധിച്ചാൽ അറിയാം, ഇന്ദ്രൻ ആര്യ നേതാവാണ്. ആര്യ നേതാവായ ഇന്ദ്രൻ
എന്തിനു വേണ്ടിയാണ് രാമൻ വരുന്നതിന് മുമ്പ് തന്നെ അത്തരം ഋഷിവാദങ്ങളിൽ എത്തുന്നത്, രാമൻ ആയുധങ്ങൾ കൊടുക്കുന്നത്? ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സന്ദർഭത്തിൽ രാമനോട് ഭരദ്വാജൻ പറയുന്നു, താങ്കൾ വന്നത് ബ്രാഹ്മണരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്കറിയാമെന്നാണ് ഭരദ്വാജൻ ആരോട് പറയുന്നത്? രാമനോട് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇതിന്റെ പ്രത്യയശാസ്ത്ര ഭൂമി എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഞാനിവിടെ വിശാലമായി തുറന്നിട്ടത്. അങ്ങനെ താടകാവധത്തിന് ശേഷം രാമലക്ഷ്മണാദികൾ സിദ്ധാശ്രമത്തിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ രാമനും ലക്ഷ്മണനും ഒക്കെ തന്നെ വിശ്വാമിത്രനോട് ചോദിക്കുന്നു, ഇത് ആരുടെ ആശ്രമമാണ്? അപ്പൊ വിശ്വാമിത്രൻ പറയും, ഇത് വാമനന്റെ ആശ്രമമാണ്. അപ്പൊ ആ കഥ പറയും, വാമനന്റെ കഥ പറയാൻ തുടങ്ങുക. മഹാബലി യജ്ഞം ചെയ്യുമ്പോൾ യാഗം പൂർത്തിയാക്കും മുമ്പ് കാര്യം നേടിത്തരാൻ ഇന്ദ്രൻ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും യാഗം ചെയ്യുക, തപസ് ചെയ്യുക, ഇതൊക്കെ ഏറ്റവും പ്രശ്നം ആർക്കാന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ. അപ്പോഴേ പുള്ളിക്കാരൻ ഒന്നുകിൽ മേനകയെ വിടും, അല്ലെങ്കിൽ രംഭയെ വിടും, അല്ലെങ്കിൽ തിലോത്തമയെ വിട്ട് തപസ് മുടക്കും, അല്ലെങ്കിൽ നേരെ ചെന്ന് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനായ മഹാവിഷ്ണുവിനോട് പറയും. യച്ചോടി അത് കേട്ടു. മഹാബലി യാഗം തീർക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കാര്യം നേടിത്തരണം എന്ന് വിഷ്ണുവിനോട് പറഞ്ഞു. പുള്ളിക്കാരൻ ഏറ്റെടുത്തു. യെസ്. എന്ത് ചെയ്തു? ഒരു ചെറിയ വേഷം കെട്ടി വാമനനായി ചെന്നു 3 അടി ഭൂമി യാചിച്ചു. 3 അടി ഭൂമി യാചിച്ചു. മഹാബലി പാവം കൊടുക്കാൻ തയ്യാറായി. ഈ കഥ നർമ്മദാ തീരത്താണ് നടക്കുന്നത് കേട്ടോ. കേരളത്തിൽ പമ്പയാറിന്റെ തീരത്തൊന്നുമില്ല, നർമ്മദാ തീരത്ത് നടക്കുന്ന കഥയാണ്. ദാനം കൊടുക്കാൻ തയ്യാറായപ്പോൾ മഹാബലിയെ ശുക്രാചാര്യർ തടഞ്ഞു. ഇവൻ ചതിയനാണ്, ഈ വാമനൻ ചതിയനാണ്, കൊടുക്കരുത്, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് എന്ന് ശുക്രാചാര്യർ വാണിംഗ് കൊടുത്തു. ഇത് കേട്ടപ്പോൾ വൈനതേയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മഹാവിഷ്ണുവിന്റെ വാഹനമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ വൈനതേയൻ എന്ത് ചെയ്തു? ദാനാരക്തേ തതശുക്രേ ശുക്രം രാജപുരോഹിതം ഗൃഹീത്വ താടയാമാസ വൈനതേയോ മഹാബല. ശുക്രാചാര്യരെ പിടിച്ചുകൊണ്ടുപോയി നല്ല അടി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം വൈനതേയൻ ശുക്രാചാര്യരെ പിടിച്ച് നല്ല അടി കൊടുത്തത്? കാരണം ഇന്ദ്രന്റെ പ്രവർത്തിക്ക്, ആര്യന്മാരുടെ ഇച്ഛയ്ക്ക് ശുക്രാചാര്യർ തടസ്സം നിന്നു. അപ്പൊ ഭൂമി എന്തുകൊണ്ടാണ് മഹാവിഷ്ണു 3 അടിയായിട്ട് ഈ ലോകങ്ങളെ അളന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ പറയുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടിയാണ്, ബ്രാഹ്മണ്യത്തിന് വേണ്ടിയാണ് വാമനൻ 3 അടിയായി ഭൂമി അളന്നെടുത്തത് എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഒരു വിശാല പരിപ്രേക്ഷ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മഹാബലിയിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് വാമനൻ ആർക്കാണ് കൊടുത്തത്? ഇന്ദ്രനാണ് കൊടുത്തത്. വേറെ ആർക്കും കൊടുത്തത്, ഇന്ദ്രനാണ് കൊടുത്തത്. അപ്പൊ ഈ കഥയുടെ മുഴുവൻ ആന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ആര്യബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടിയാണ് അവതാരമെന്ന് ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഞാൻ മുമ്പ് ഈ കർമ്മസിദ്ധാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ. വാൽമീകി രാമായണത്തിലും ഇത്തരമൊരു കർമ്മസിദ്ധാന്തത്തിന്റെ ശക്തമായ അലയൊലി നമുക്ക് കാണാം. ബാലിയെ കൊന്നതിന് ശേഷം താരയെ ഉപദേശിക്കുന്ന ഒരു രാമനുണ്ട്. അവിടെ കിഷ്കിന്ധാകാന്ഡം 25-ാമത്തെ സർഗം 4-ാമത്തെ ശ്ലോകത്തിൽ പറയും, നിയതി കാരണം ലോകേ നിയതി കർമ്മസാധനം നിയതി സർവഭൂതാനാം നിയോഗേ ശിവകാരണം. എല്ലാത്തിനും കാരണം നിയതിയാണ്. എല്ലാ ജീവജാലങ്ങളെയും കർമ്മങ്ങളിൽ നിയോഗിക്കുന്നത് നിയതിയാണെന്ന് രാമൻ താരയോട് പറയുന്നു. സ്വകർമ്മഫലമായിട്ടാണ് ബാലി വധിക്കപ്പെടാൻ കാരണമെന്നും രാമൻ പ്രസ്താവിക്കുന്നു. ഇതസ്വാം പ്രകൃതിം ബാലി ഗതപ്രാപ്ത ക്രിയാഫലം. കർമ്മഫലമാണ് ബാലി കൊല്ലപ്പെടാൻ കാരണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കർമ്മഫലമാണെന്ന് പറയുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ഒരു അനീതിയെ നീതിയുക്തമാക്കി മാറ്റുന്നതിന് കർമ്മഫലത്തെ ഉപാധിയാക്കി ഇവിടെ മാറ്റുകയാണ്. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസമത്വത്തിനും സാമൂഹ്യ അനീതിയുടെയും നിദാനം എന്താണ്? കർമ്മഫലമാണെന്ന് പറയുന്നതോടുകൂടി ഈ സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായി ഉള്ള പോരാട്ടത്തെ നിഷ്ഫലമാക്കുന്നു, നിർവീര്യമാക്കുന്നു. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടേണ്ട ആവശ്യമില്ല, കാരണം കർമ്മഫലമാണ്. അപ്പൊ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്ന, ശ്രേണീകരണ അസമത്വ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ്, കർമ്മഫല സിദ്ധാന്തമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് ഈ ജടായു, അഞ്ജന എന്നൊക്കെ കേട്ട്, അഞ്ജന എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാം.
ഹനുമാന്റെ മാതാവാണ്. ഇവരൊക്കെ കുരങ്ങന്മാരാണ്. ഈ ജടായു എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. രാമായണ പരമ്പരകളിൽ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. പക്ഷേ വാൽമീകി രാമായണം വായിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലെന്ന് മനസ്സിലായി. വാൽമീകി രാമായണത്തില് ജടായു ഒരു പക്ഷിയല്ല. നിശാകര മഹർഷി പ്രസ്താവിക്കുന്നു. ഈ നിശാകര മഹർഷി എന്ന് വെച്ചാല് ഈ വിന്ധ്യ പർവ്വതത്തിന് കീഴിലാണ് നിശാകര മഹർഷി താമസിക്കുന്നത്. സീതയെ അന്വേഷിച്ച് ഹനുമാനും അങ്കദനും ഒക്കെ വിന്ധ്യാപർവ്വതത്തിലേക്ക് എത്തുക. അവിടെ വരുമ്പോൾ സമ്പാദിയെ കാണുകയാണ്. സമ്പാദി അദ്ദേഹത്തിന് ജഡമൊക്കെ കരിഞ്ഞ് അങ്ങനെ വീണ് കിടക്കുക. എന്തുകൊണ്ട് ജഡായു എങ്ങനെ ചിറക് കരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ കഥകളെ ഞാൻ പറയേണ്ടി വരും. അതിലേക്ക് തൽക്കാലം പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്തായാലും സമ്പാദി തന്റെ പൂർവ്വവൃത്താന്തം വർണ്ണിക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ നിശാകര മഹർഷിയെ പോയി കണ്ടിരുന്നു. അപ്പൊ നിശാകര മഹർഷി എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? ജ്യേഷ്ഠോ വിധസ്ഥം സമ്പാദേ ജടായുൽ അനുജസ്തവ മാനുഷം രൂപമാസ്തായ, ശ്രദ്ധിക്കുക, മാനുഷം രൂപമാസ്തായ ഗൃഹീതാം ചരണവും മമ. അല്ലയോ സമ്പാദേ, മനുഷ്യരുടെ രൂപം കൊണ്ട് എന്റെ പാദങ്ങൾ പിടിച്ച് നമിച്ചിരുന്ന നിന്നെ മൂത്തവനായും ജടായുവിനെ ഇളയവനായും ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ ജടായു എന്ന് പറഞ്ഞ ആരാണ്? മനുഷ്യരൂപം കൊണ്ട ഒരാളാണ്, മനുഷ്യനാണ്. മനുഷ്യനെ പക്ഷിയാക്കിയത് ആരാണ്? ഫാദർ കാമൻ ബുൽക്കെ അദ്ദേഹത്തിന്റെ രാമകഥയിൽ പറയും, ഈ വാനരന്മാരെന്നും ഈ വൃക്ഷങ്ങളെന്നും ജാമ്പവാനെന്നും ഒക്കെ പറയുന്ന ആരാണ്? അതൊക്കെ കുലചിഹ്നങ്ങളാണ് എന്ന് ഫാദർ കാമിൽ ബുൽക്കെ രാമകഥയിൽ നിരീക്ഷിക്കുന്നുണ്ട്. നരവംശാസ്ത്ര പഠനങ്ങളും കാമിൽ ബുൽക്കയുടെ സിദ്ധാന്തങ്ങളെ തെളിയിക്കുന്നു, സാധൂകരിക്കുന്നു. ഇപ്പൊ വാനരന്മാരെന്നും പക്ഷികളെന്നും ഒക്കെ പറഞ്ഞവരാരാണ് യഥാർത്ഥത്തിൽ? അവരൊക്കെ തന്നെ അന്നത്തെ വ്യത്യസ്തമായ അനാര്യ ഗോത്രങ്ങളാണ്. അവരെ വാൽമീകി കുലചിഹ്നങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് ഫാദർ കാമിൽ ബുൽക്കെ നിരീക്ഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജഡായു എന്ന് പറയുന്നത് കേവലമായ ഒരു പക്ഷിയല്ല, മറിച്ച് ആരാണ്? പക്ഷിയെ ഗോത്രചിഹ്നമാക്കിയ ഗോത്രമനുഷ്യരുടെ പ്രതിനിധിയാണ്, ഗോത്രരാജാവാണ് ജഡായു. ഗൃത്രരാജനാണ് ജഡായു എന്ന് വാൽമീകി രാമായണത്തിൽ രാമൻ തന്നെ പറയുന്നുണ്ട്. ജഡായു മരിച്ചു കഴിയുമ്പോൾ രാവണന്റെ വാളേറ്റ് ജഡായു മരിക്കുന്നുണ്ട്. അങ്ങനെ കാട്ടിലൊക്കെ സീത അന്വേഷിച്ച് നടക്കുമ്പോൾ ജഡായുവിനെ രാമൻ കാണുന്നു. അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ശവം ഉത്തമമായ രീതിയിൽ ദഹിപ്പിക്കുന്നു. കാട്ടിൽ നിന്ന് മാനുകളെ പിടിച്ചുകൊണ്ടുവന്ന് ചുട്ടെടുത്ത് അരച്ച് ബലി നൽകിയാണ് വാൽമീകിയുടെ രാമൻ ജഡായുവിന് ബലി നൽകുന്നത്. ഇന്നത്തെ പോലെ കറുകയും എള്ളും ചോറും ഒന്നും അല്ല ബലി നൽകുന്നത്. പിന്നെന്താണ്? നല്ല ഒന്നാന്തരം മാനിനെ പിടിച്ചുകൊണ്ട് വന്ന് തീയിൽ ചുട്ടെടുത്ത് അരിഞ്ഞുരുട്ടിയാണ് ബലി നൽകുന്നത്. അതിലേക്കും കൂടെ വിശദമായിട്ട് ഞാൻ പറയാം. ഇന്ന് കാണുന്നത് പോലെ വെള്ളച്ചോറും പാൽപ്പായസവും ഒന്നും അല്ല ബലിയായിട്ട് നൽകിയിരുന്നു. കറുകയും വെള്ളുമല്ല നൽകിയിരുന്നത്. പിന്നെന്താണ്? നല്ല മാംസം തന്നെ നൽകിയത്. രാമൻ ജഡായുവിന് ബലിയായി നൽകിയത് മാംസമാണ് എന്ന് വാൽമീകി രാമായണം തന്നെ പറയുന്നു. ഇനി അഞ്ജനയെ പറ്റി നോക്കിയാലോ, ആരാണ് അഞ്ജന? അഞ്ജന എന്ന് പറയുന്നത് പുഞ്ചഗിരിസ്ഥല എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീയായിരുന്നു. അവർക്ക് ശാപം കിട്ടി വാനര സ്ത്രീയായി മാറി. അപ്പൊ ഭാരത സ്ത്രീ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും കുരങ്ങന്മാരുടെയൊക്കെ സങ്കല്പിച്ചിട്ട് അവരുടെ മുഖവും വാലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. വാൽമീകി രാമായണം വായിച്ചാൽ അത് അങ്ങനെ ഒരു സമ്മതിയേ ഇല്ല. വാനര സ്ത്രീയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിസുന്ദരിയായ അഞ്ജന, മാനുഷ്യൻ രൂപമാസ്തായ എന്ന് അവിടെയും പറയുന്നുണ്ട്. അഞ്ജന മാനുഷ്യരൂപം ധരിച്ച അഞ്ജനയെ കണ്ടപ്പോൾ, ഓൾറെഡി അഞ്ജനയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ട് കേട്ടോ, കേസരി എന്നാണ് അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര്. പക്ഷേ ഒരിക്കൽ ഇവരിങ്ങനെ കുന്നിന്റെ മേലിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ പവനന് മാരുതന് അഞ്ജനയിൽ ഒരു മോഹം തോന്നി. അങ്ങനെ ഗുഹയിൽ വെച്ച് മാരുതന് അഞ്ജനയ്ക്കുണ്ടായതാണ് ആര്? ഹനുമാൻ. ഓൾറെഡി അഞ്ജനയ്ക്ക് ആരുണ്ട്? കേസരി എന്ന് പറയുന്ന ഭർത്താവ് ഉണ്ട് താൻ. ഇത്ര സൂചനകളെ ഞാൻ നൽകുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ ഉള്ള ഇടം എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കും. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട്. എം ടി അദ്ദേഹത്തിന്റെ രണ്ടാം മൂല്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചല്ല, പഞ്ചപാണ്ഡവർ എങ്ങനെ ഉണ്ടായതിനെ സംബന്ധിച്ച് രണ്ടാം മൂല്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. രാവതിക്കാരുടെയും അത് വിശദമായിട്ട് എഴുതുന്നു. അതൊക്കെ കൂട്ടിവെച്ച് ഇങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആര്യഗോത്രത്തിൽപ്പെട്ട പുരുഷന്മാരും ആര്യേതരരും തദ്ദേശീയ ജനവിഭാഗങ്ങളും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളും ചില ദാമ്പത്യ ബന്ധങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അത്രമാത്രം അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ
ചിലപ്പോൾ വലിയ വിസ്ഫോടനങ്ങൾ നടന്നേക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഇട്ടിരിക്കുന്നത്. എന്തായിരുന്നു രാമന്റെ ലക്ഷ്യം? രാമന്റെ അയനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, രാമായണം. എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം? വിപുലമായ ജനസ്ഥാനത്ത് രാമൻ എത്തിയത് ബ്രാഹ്മണ കാര്യം നിർവഹിക്കാനാണെന്ന് ഭരദ്വാജൻ വ്യക്തമാക്കുന്നു. ബ്രാഹ്മണാർത്ഥേ നീക്തസ്യ രക്ഷതഃ സർവതാപസാൻ. ബ്രാഹ്മണ കാര്യാർത്ഥമാണ് താൻ സീതയെ അന്വേഷിച്ചു എന്നുള്ളതിന്റെ പേരിൽ എത്തിയത് എന്ന് വാൽമീകി രാമായണം തന്നെ വ്യക്തമാക്കുന്നു. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരും സർപ്പിഗണങ്ങളും ഇപ്രകാരം പ്രാർത്ഥിച്ചു: സ്വസ്തി ഗോബ്രാഹ്മണേഭ്യസ്തു ലോകാസ്തിഷ്ഠന്തു ശാശ്വതാഃ ജയതാം രാഘവ സംഖ്യേ രാവണം രാക്ഷസേശ്വരം. വാൽമീകി രാമായണം യുദ്ധകാന്ഡം 107-ാമത്തെ സർഗം 49-ാമത്തെ ശ്ലോകം. പശുക്കൾക്കും ബ്രാഹ്മണർക്കും സ്വസ്തി ഭവിക്കട്ടെ, ലോകങ്ങൾ നശിക്കാതിരിക്കട്ടെ, രാവണനുമായുള്ള യുദ്ധത്തിൽ രാമൻ ജയിക്കട്ടെ. രാവണൻ എന്തെങ്കിലും തെറ്റുകളായിട്ട് പറയുന്നുണ്ടോ? രാവണൻ കുറച്ച് തെറ്റുകൾ ചെയ്തു. അദ്ദേഹം സ്വന്തം കുലത്തിൽപ്പെട്ടവരെ രക്ഷിച്ചു, ഇന്ദ്രനെ തോൽപ്പിച്ചു, യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കി. ഇത്രയാണ് രാവണൻ ചെയ്ത തെറ്റ്. യാഗവും യജ്ഞവും ആരുടെ പരിപാടിയാണ്? ആര്യബ്രാഹ്മണരുടെ പരിപാടിയാണ്. രാവണനും സംഘവും യാഗയജ്ഞം ചെയ്തിരുന്നില്ല. അവർ പിന്നെന്താണ് ചെയ്തത്? അവർ ബ്രഹ്മദേവനെ ആരാധിക്കുക മാത്രമാണ് ചെയ്തത്. നോക്കൂ, ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അസുരന്മാരും രാക്ഷസന്മാരും ഒരിക്കലും ബ്രാഹ്മണ ദൈവങ്ങളെ പൂജിച്ചിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ദൈവം ബ്രഹ്മദേവനായിരുന്നു. ബ്രഹ്മദേവൻ വന്ന് എന്തു വരവും ഇവർക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാ മൂർത്തിയായിരുന്ന ബ്രഹ്മാവ് പിൽക്കാലത്ത് ആരാധനയ്ക്ക് അയോഗ്യനാക്കി ബ്രാഹ്മണ്യെ അദ്ദേഹത്തെ മാറ്റി. കാരണം ഈ ബ്രഹ്മദേവനാണ്, ഈ ബ്രഹ്മാവാണ് അസുരന്മാരെയും രാക്ഷസന്മാരെയും വേണ്ടുവോളം സഹായിച്ചത്. അതുകൊണ്ട് ശിവനും വിഷ്ണുവും കൂടെ ചേർന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കി. അതിനൊരു കഥയുണ്ട്. ആ കഥ പറയണമെങ്കിലും 10-25 മിനിറ്റ് വേണം. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഇനി രാമൻ രാജ്യം ഭരിക്കുമ്പോൾ, വാൽമീകി രാമായണം യുദ്ധകാന്ഡം അവസാനിക്കുമ്പോൾ പറയും, രാമൻ രാജ്യം ഭരിക്കുമ്പോൾ അവിടെ ദസ്യുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് ദസ്യുക്കൾ? ദാസന്മാരുണ്ടായിരുന്നില്ല. നമുക്ക് വേദങ്ങൾ മുതൽ ദസ്യുക്കൾ എന്ന് പറഞ്ഞ വിഭാഗത്തെ കാണാം. ഈ ദസ്യുക്കൾ ആര്യന്മാരുടെ ശത്രുക്കളാണ്. ഞാൻ ആര്യന്മാരെന്ന് പറയുമ്പോൾ അവർ മനുഷ്യവംശത്തെ സംബന്ധിച്ച സൂചനയല്ല. ആ ഇൻഡോ ആര്യൻ എന്ന് പറയുന്ന ഭാഷാ ഗോത്രത്തെ സംബന്ധിച്ചും ആ ഭാഷ പ്രയോഗിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ചുമാണ് ജീവിക്കുന്നത്. മറിച്ച് അതിനൊരു വംശീയവാദത്തിന്റെ ചിത്രം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് ഡോക്ടർ ബി ആർ അംബേദ്കറും മാക്സ് മുള്ളറും തന്നെ അത്തരമൊരു വംശീയവാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ലോകം കൂടാതെ സ്വകർമ്മ നിരതരായി എന്നും സ്വകർമ്മങ്ങൾ കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായിരുന്നു എന്നും വർണ്ണിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാഹ ശൂദ്രാഹ ലോകവർജിതാഹ സ്വകർമ്മസു പ്രവർത്തന്തേ തുഷ്ടാ സ്വൈരേവ കർമ്മഭി. അപ്പൊ രാമന്റെ ഭരണകാലത്ത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എല്ലാം തന്നെ അവരുടെ സ്വകർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. എന്താണ് ബ്രാഹ്മണരുടെ സ്വകർമ്മം? യജ്ഞവും യാഗവും. ക്ഷത്രിയരുടെയോ? രാജ്യം ഭരിക്കുക. വൈശ്യരുടെ എന്താണ്? കച്ചവടം ചെയ്യുക. ശൂദ്രരുടെ എന്താണ്? ഈ ദ്വിജന്മാരുടെ എല്ലാം പാദസേവ. ഇങ്ങനെ തന്നെയാണ് വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ഈ ചാതുർവർണ്ണയത്തിൽപ്പെട്ടവരുടെ കർമ്മം എന്താണെന്ന് വിശദീകരിക്കുന്നത്. അങ്ങനെ രാമന്റെ രാജ്യഭരണ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ചാതുർവർണ്ണം അനുസരിച്ചാണ് ജീവിച്ചത് എന്ന് വാൽമീകി രാമായണം തന്നെ വ്യക്തമാക്കുന്നു. അപ്പൊ ചാതുർവർണ്ണ്യവും ബ്രാഹ്മണദാസ്യവുമാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നത് എന്നുള്ളത് ഇത് തെളിയിക്കും. വൃത്രൻ എന്ന് പറയുന്ന ഒരു അസുരനെ പറ്റി ഞാനൊരു 4 പോയിന്റും കൂടെ പറഞ്ഞ് സംഭാഷണം. വൃത്രൻ എന്ന് പറയുന്ന ഒരു അസുരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വൃത്രനെ ഇന്ദ്രൻ വധിച്ചുവെന്ന് വേദങ്ങളിൽ പറയുന്നു. വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിലും ഇന്ദ്രനാണ് ആരെ വധിക്കുന്നത്? വൃത്രാസുരനെ വധിക്കുന്നത്. അതിലൊരു കഥയുണ്ട്. ദേവാസുരന്മാർ ഒന്നിച്ച് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ലോകസമ്മതനായ വൃത്രൻ എന്ന ദൈത്യനുണ്ടായിരുന്നു എന്നാണ് ഉത്തരകാണ്ഡത്തിൽ പറയുന്നത്. അപ്പം ഇൻഡോ ഇറാനിയൻ പഠനങ്ങൾ നോക്കിയാൽ അറിയാം, ആര്യന്മാര് ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ ഖൈബർ ചുരം വഴി നമ്മള് ഹിമാലയൻ പർവ്വതങ്ങളിലൂടെ മാനസ സരോവരം വഴി ഗംഗാ സമതലത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവർക്കൊരു പൊതുപൂർവികൾ ഉണ്ടായിരുന്നു. ആ താവഴിയിലെ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ടാണ് ദൈത്യന്മാരും
ദേവന്മാരും മാറിയത്. അതുകൊണ്ടാണ് തങ്ങളുടെ പൂർവ്വകാലത്ത് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതിന് കാരണം എന്താണ്? ഇറാൻ പ്രദേശങ്ങളിൽ അവർ ഒരുമിച്ചായിരുന്നു. പക്ഷെ കുറച്ചാളുകൾ ഇറാനിൽ തന്നെ തങ്ങുകയും കുറച്ചാളുകൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അവരിൽ തന്നെ ഇങ്ങോട്ട് വന്നതിൽ തന്നെ ഒരു വിഭാഗം തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കൂടിക്കടന്നു. അവരാണ് അസുരന്മാർ. ആര്യന്മാരിൽ തന്നെ ഒരു വിഭാഗം. ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് 1.5-2 മണിക്കൂർ വേണ്ട കാര്യമാണ്. ഒരു വാചകത്തിൽ പറഞ്ഞെങ്കിലും ഇത് സാധൂകരിക്കുന്നതിൽ ഒരുപാട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും പറയാൻ സമയം അനുവദിക്കുന്നില്ല. എന്തായാലും വൃത്രൻ 3 ലോകങ്ങളെയും സ്നേഹത്താൽ ഭരിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. അനുരാഗേണ ലോകാം സ്ത്രീ സ്നേഹാപശ്യന്തി സർവതഃ. വൃത്രൻ 3 ലോകങ്ങളെയും അനുരാഗത്താൽ ഭരിച്ചു. എന്നാലും ഒരു ഭരണാധികാരി സ്നേഹം കൊണ്ട് ഭരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്? സ്നേഹം കൊണ്ട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ഒരു ഭരണാധികാരി നമുക്ക് കിട്ടാനുണ്ടോ? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുന്നത് പോലെയുള്ള ഒരു കാലം വൃത്രൻ ഭരിച്ച കാലത്തുണ്ടായിരുന്നു എന്ന് വാൽമീകി രാമായണം തന്നെ പറയുന്നു. വൃത്രന്റെ ഭരണകാലത്ത് ഭൂമി സർവ്വകാമങ്ങളെയും ചുരത്തി നൽകി. ഫലമൂലാദികളും പുഷ്പങ്ങളും എല്ലാം രസവത്തായി ഭവിച്ചു എന്നാണ് ഉത്തരകാണ്ഡത്തിൽ പറയുന്നത്. അങ്ങനെ ഇരിക്കെ വൃത്രൻ തോന്നി തനിക്ക് തപസ് ചെയ്യണം. അദ്ദേഹം തപസ് ചെയ്തു. വൃത്രൻ തപസ് ചെയ്തതിൽ അരിശം പൂണ്ട ഇന്ദ്രൻ എന്ത് ചെയ്തു? നേരെ വിഷ്ണുവിനെ ചെന്ന് കണ്ടു. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ ചെന്ന് കണ്ടു. മഹാബലിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെയും അതുപോലെ തന്നെ ചെന്ന് കണ്ടു. അപ്പൊ വിഷ്ണു പറഞ്ഞു, എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ എതിർക്കാൻ കഴിയില്ല. അപ്പൊ ചില ഉപാധികളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തായാലും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്രനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? വജ്രം കൊണ്ട് മൂർധാവ് ഇടിച്ചു കൊന്നു. വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിൽ എവിടെയും വൃത്രൻ ഇന്ദ്രനോടോ ആര്യന്മാരോടോ എന്തെങ്കിലും തെറ്റുകയായി പറയുന്നേ. അങ്ങോട്ടൊന്നും ആക്രമിക്കാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ സാംസ്കാരിക രാഷ്ട്രീയം നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിരുന്നു. ചുരുക്കത്തിൽ വാൽമീകി രാമായണം മുന്നോട്ട് വെക്കുന്നത്, അതിന്റെ മേൽക്കോയ്മപാഠം സൃഷ്ടിക്കുന്നത് അഹിംസയുടെ രാഷ്ട്രീയമല്ല, ഹിംസയുടെ രാഷ്ട്രീയമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡം. വാൽമീകി രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ പറയും, ധനുജാ തന്ത്രി മധുരം ഹിക്കാതാള സമന്വിതം മന്ദസ്തനിത ഗീതം തത് യുദ്ധഗാന്ധർവമാഭൗ എന്ന് പറയും. യുദ്ധത്തില് ധനുവിന്റെ ആ വില്ലിന്റെ ഞാൻ വീണയുടെ തന്ത്രിയായി വീണ വായിക്കുന്നത് പോലാണ് അമ്പും വില്ലും കേൾക്കുന്ന ശബ്ദം അനുഭവപ്പെടുന്നത്. ആളുകൾ മരിച്ചു വീണ് അവർ ശ്വാസം മുട്ടി പ്രാണൻ കൊണ്ട് പിടയുന്ന ശബ്ദം ഹിക്കാതാള സമന്വിതം, നല്ല താളമധുരമായി അനുഭവപ്പെടുന്നു. മന്ദമായ ഞരക്കങ്ങൾ, ആളുകൾ പ്രാണവേദന കൊണ്ട് യുദ്ധത്തിൽ മരിച്ചിട്ട് ഞരക്കങ്ങൾ പാട്ടായിട്ട് അനുഭവപ്പെടുന്നു വാൽമീകിക്ക്. യുദ്ധഗാന്ധർവമാഭവ, യുദ്ധം തന്നെ ഒരു സംഗീത കച്ചേരിയാണെന്ന് ആര് പറയുന്നു? വാൽമീകി രാമായണം. യുദ്ധം സംഗീത കച്ചേരിയാണെന്നാണ് വാൽമീകി പറയുന്നത്. ഒരിടത്ത് പറയും, ആദികവി വാൽമീകി കരച്ചിലിന്റെ പിന്നാലെ പാഞ്ഞ കവിയാണെന്നാണ് പറയുന്നത്. വാൽമീകി രാമായണം വായിച്ചാൽ അങ്ങനെ ഒരു പ്രയോഗത്തിന് യാതൊരു അർഹതയുമില്ലെന്ന് ബോധ്യപ്പെടും. കരച്ചിലിന്റെ പിന്നാലെ പാഞ്ഞ കവിയല്ല, ബ്രാഹ്മണ്യ മേൽക്കോയ്മ സ്ഥാപിക്കാൻ സൃഷ്ടിച്ച പാഠത്തിന്റെ കർത്താവാണെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യാഗങ്ങൾ തന്നെ അത്രയും ഹിംസാത്മകമായിരുന്നു. യാഗങ്ങളിൽ എന്തുമാത്രം മൃഗങ്ങളെയാണ് കൊന്നൊടുക്കിയിരുന്നത്. വാൽമീകി രാമായണം ബാലകാണ്ഡം 14-ാം സർഗം 31-ാമത്തെ ശ്ലോകത്തിൽ ദശരഥൻ നടത്തുന്ന അശ്വമേധ യാഗത്തെ പറ്റി പറയുന്നുണ്ട്. ശാമിത്രേതു ഭയസ്തത്ര യഥാ ജലചരാശ്ചയേ ഋഷിവിഹി സർവമേവൈത നിയുക്തം ശാസ്ത്രതസ്തത. ജലചരങ്ങൾ, കുതിര, ഇതിനെയെല്ലാം തന്നെ ബലികഴിക്കുക മാത്രമേ ഇതിനെയൊക്കെ തിന്നുകയും ചെയ്തിരുന്നു. ഇന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അശ്വത്തിന്റെ മാംസം വൃത്തിക്കുകൾ കഴിച്ചിരുന്നു. പദതൃണസ്തസ്യ വവാമുദ്ധൃത്യ നിയതേന്ദ്രിയഃ വൃത്തി പരമസമ്പന്നഃ ശ്രവയാമാസ ശാസ്ത്രതഃ. ശാസ്ത്ര വഴി അനുസരിച്ച് തന്നെ കുതിരയുടെ മാംസം ആര് തിന്നു? വൃത്തിക്കുകൾ തിന്നു. നല്ല വലിയ ഉരുളിക്കകത്ത് കുതിരയുടെ മാംസം വേവിച്ചതിന്റെ മണം എന്നെ പുളകം കൊള്ളിക്കുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ ദശരഥൻ പറയുന്നത്. മറ്റൊരു സംസ്കാരത്തിന്റെ സൂചന കൂടി നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാം. അത് അഹല്യയുടെ കഥയാണ്. പൊതുവെ എഴുത്തച്ഛന്റെ രാമായണത്തിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ ഗൗതമന്റെ വേഷം കെട്ടി വരുന്നത് അഹല്യ അറിയാതാണെന്നാണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം പറയുന്നത്. പക്ഷേ വാൽമീകി രാമായണം അതിനെ നിരസിക്കുന്നു. അങ്ങനെ അഹല്യ അറിയാതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്
ഇന്ദ്രനുമായി രമിച്ചത് എന്ന് വാൽമീകി രാമായണം പറയുന്നു. മുനിവേഷം സഹസ്രാക്ഷ വിജ്ഞായ രഘുനന്ദന മതിഞ്ചകാര ദുർമേധ ദേവരാജ കുതൂഹലാൽ. ദേവരാജനോടുകൂടി ഇഷ്ടം കൊണ്ടാണ് ഗൗതമ മുനിയുടെ വേഷം ധരിച്ചു വന്ന ഇന്ദ്രനുമായി കാമവേഴ്ചയിൽ അകല്യ ഏർപ്പെട്ടത് എന്ന് വാൽമീകി രാമായണം പറഞ്ഞു. ഇതിൽ മറ്റൊരു സംസ്കാരത്തിന്റെ തെളിവാണ്. എന്താണ് മറ്റൊരു സംസ്കാരം എന്ന് ഞാൻ പറയുന്നത്? കുടുംബാധിപത്യ വ്യവസ്ഥയും പുരുഷാധിപത്യ വ്യവസ്ഥയും ഉറയ്ക്കുന്നതിന് മുമ്പ് പറ്റലൈംഗിക വീഴ്ചകളും അതും അത്തരം ലൈംഗിക ജീവിതത്തെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥാക്രമം ഉറയ്ക്കുന്നതിന് മുമ്പുള്ള ആര്യൻ ജീവിതത്തിന്റെ ഒരു തെളിവായ അഹല്യ ഇവിടെ മാറിത്തീരുന്നു. മഹാഭാരതത്തിൽ ഇതുപോലെ ധാരാളം കഥകൾ കാണും കേട്ടോ. മഹാഭാരതത്തില് പുത്രന്മാരുണ്ടായില്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് ഏതെങ്കിലും മുനിമാരെ കണ്ടോളാനും അവരോട് താമസിച്ചോളാനും പറയുന്ന എത്രയോ കഥകൾ മഹാഭാരതത്തിൽ കാണാം. ഒരു രാജാവിന് പുത്രൻ ഉണ്ടായില്ലെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ ബ്രാഹ്മണന്റെ കൂടെ താമസിക്കാനാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല. ഇതായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. രാമനും ഗുഹനും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് കീഴാളരും നിഷാദന്മാരുമായി രാമനുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി പൊതുവെ പറയാറുണ്ട്. പക്ഷേ നിഷാദനായ ഗുഹനുമായിട്ട് രാമൻ ഇത്രയും അടുപ്പമുണ്ടായിരുന്നിട്ടും ഗുഹൻ കൊണ്ട് കൊടുത്ത ഫലമൂലാദികളൊന്നും രാമൻ കഴിച്ചില്ല. അത് പിന്നീട് ഗുഹനെ കാണാൻ വരുന്ന ഭരതനോട് ഗുഹൻ പറയുന്നുണ്ട്. അന്നമുച്ചാവതം പക്ഷ്യ ഫലാനി വിവിധാനി ച നഹി തത് പ്രത്യഗൃഹാത് സക്ഷത്രധർമ്മമനുസ്മരൻ. തന്റെ ക്ഷാത്രധർമ്മം അനുസരിച്ച് ഞാൻ കൊണ്ടുകൊടുത്ത ഫലമൂലാദികളൊന്നും തന്നെ രാമൻ സ്വീകരിച്ചില്ല. രാമന് ഗുഹനോട് അയിത്തമായിരുന്നു എന്നല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? രാമസേതു എന്ന് പറയുന്ന സങ്കല്പം വളരെ അടുത്ത കാലത്ത് കൂടുതൽ പ്രസക്തമായിട്ടുണ്ട്. പക്ഷേ വാൽമീകി രാമായണം വായിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാകും, അങ്ങനെ വലിയൊരു സമുദ്രത്തിന്റെ കീഴിൽ അങ്ങനെ കല്ലുകൾ കൊണ്ടിട്ടൊന്നുമില്ല. തന്നെയല്ല, ജയ്ഹനുമാൻ എന്ന് പറഞ്ഞൊരു പരമ്പര ദൂരദർശനിൽ മുമ്പുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടത് രാം രാം എഴുതിയ ശിലകളെല്ലാം ഇങ്ങനെ കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നതാണ്. പക്ഷെ വാൽമീകി രാമായണത്തിൽ അങ്ങനത്തെ ഒരു ചിത്രവും. വാൽമീകി രാമായണ യുദ്ധകാന്ഡം 22-ാമത്തെ അധ്യായം 55 മുതൽ 70 വരെയുള്ള സർഗങ്ങളിൽ പറയുന്നത് കരിമരുത്, ഞമ, മുളകൾ, കുടകപ്പായ, മുറുമരുത്, തൊടുകാര, ഏഴിലമ്പാലകൾ, മാവുകൾ, അശോകങ്ങൾ, തെങ്ങുകൾ തുടങ്ങിയ മരങ്ങൾ കൊണ്ടും വലിയ പാറകളും കുന്നുകളും കൊണ്ട് നിറച്ചുമാണ് സമുദ്രത്തിൽ വാനരന്മാരുടെ സഹായത്തോടെ നളൻ മഹാസേതു കെട്ടിപ്പൊക്കിയെന്ന് വാൽമീകി ഉപയോഗിക്കുന്നു. ഡോക്ടർ സംഗാരിയ പറയുന്നത് ഇങ്ങനെ കൊണ്ടിട്ടത് നിറയ്ക്കണമെങ്കിൽ അതൊരു ചെറിയ തടാകമാകാനാണ് സാധ്യത. അപ്പൊ ഈ കഥ നടന്നത് മധ്യേന്ത്യയിലാണെന്നും ദക്ഷിണേന്ത്യയിൽ ഈ കഥ പ്രചരിച്ചിരുന്നില്ല എന്നും ഇങ്ങനെ കുന്നുമൊക്കെ പൊടിച്ചു വാരിയിട്ട് കുറച്ച് കവുങ്ങും അശോകമരമൊക്കെ കൊണ്ടിട്ടിട്ട് ചെറിയൊരു പാലം ഉണ്ടാക്കാൻ തക്ക ഒരു ദ്വീപിലേക്കാണ് ചാടുക. അല്ല വലിയ കിലോമീറ്ററുകൾക്കപ്പുറം 1000 യോജനയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സങ്കല്പമാണ്, കവിഭാവനയാണ് എന്ന് ഡോക്ടർ സംഗാരിയുടെ നിരീക്ഷണത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും. അവസാനത്തെ കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. അത് ഇന്നത്തെ വെജിറ്റേറിയനിസം, അതുകൂടെ പറഞ്ഞാൽ വിടവാണ്. ഇന്ന് മാംസം കഴിക്കാൻ പറ്റത്തില്ല. വ്രതം എന്ന് പറഞ്ഞാൽ മത്സ്യവും മാംസവും ഉപേക്ഷിക്കുന്നതാണെന്നാണ് പറയുന്നത്. വൃശ്ചിക മാസം വന്നാൽ പിന്നെ പെണ്ണുങ്ങളെ കണ്ടുകൂടാ, പിന്നെ പച്ചടി, കിച്ചടി, സാമ്പാർ, തോരൻ മാത്രമേ പറ്റത്തുള്ളൂ. മാംസം കണ്ടാൽ പ്രശ്നം, തൊട്ടാൽ പ്രശ്നം, ഇറച്ചിക്കടയുടെ സമീപത്തൂടെ ആരെങ്കിലും വന്നാൽ പ്രശ്നം, മൊത്തം പ്രശ്നം. വെജിറ്റേറിയനിസം ഈസിക്കൽ ബ്രാഹ്മണിസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രാമനും സീതയും അങ്ങനെ പാൽപ്പായസം കഴിച്ചോ ആപ്പിൾ ഓറഞ്ച് തിന്നോ അല്ല വനവാസം പൂർത്തീകരിച്ചു. വനവാസം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വത്സരാജ്യത്തെത്തിയ രാമലക്ഷ്മണന്മാർ 4 തരം മൃഗങ്ങളെ വധിച്ചു. മേധ്യങ്ങളായി മൃഗങ്ങളെ വഹിച്ചുകൊണ്ട് വിശപ്പുള്ളവരായ രാമലക്ഷ്മണന്മാർ വൃക്ഷമൂലത്തിലെത്തിയെന്ന് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 52-ാമത്തെ സർഗം 102-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. തൗതത്രഹത്വ ചതുരോ മഹാമൃഗാൻ വരാഹമൃഷ്യം വൃഷദം മഹാരുഗം ആദായ മേദ്യം ത്വരിതം ബുഭിക്ഷിതോ വാസായ കാലേ ഏതുർവനസ്പതി എന്ന്. തന്നെയല്ല, ഭരതൻ രാമനെ തേടി ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തുമ്പോൾ ഭരതനെയും സൈന്യങ്ങളെയും സൽക്കരിക്കുന്നുണ്ട്. അത് പച്ചടിയും കിച്ചടിയും സാമ്പാറും കൊടുത്തല്ല സൽക്കരിക്കുന്നത്. പിന്നെന്താ, എന്ത് കൊടുത്താണ് സൽക്കരിക്കുന്നത്? നല്ല 1-ാം തരം പന്നിമാംസം, നല്ല കോഴിയിറച്ചി, നല്ല 1-ാം തരം കള്ള്,
ആടിന്റെ മാംസം ഇതൊക്കെ കൊടുത്താണ് സൽക്കരിക്കുന്നത്. സുരാം സുരാവഹ പിബത പായസം ച ബുഭുക്ഷിതാഹ മാംസാനി ച സുമേദ്യാനി ഭക്ഷ്യന്ത്യാം യോ യതിച്ഛന്തി. ഇഷ്ടം പോലെ കഴിക്കൂ. ആജൈശ്ചാപിച വാരാഹ്യഷ്ട നവരസഞ്ജയി. ആടിന്റെ മാംസം കഴിക്കൂ, പന്നിയുടെ മാംസം കഴിക്കൂ. പല നിര്യൂഹ സംസിദ്ധൈ സൂപൈർ ഗന്ധരസാന്വിതൈ എന്നും പറയും. വനവാസത്തിനായി പോകുന്ന സന്ദർഭത്തിൽ ഗംഗാദേവി ഒരു നേർച്ച നേരുന്നുണ്ട്. ഗംഗാദേവിക്ക് ഒരു നേർച്ച നേരുന്നുണ്ട് സീത. എന്താണ് ആ നേർച്ച? ഇന്ന് നമ്മൾ വഴിപാട് നേരുന്നത് പോലെ. അല്ലയോ ഗംഗാദേവി, ഞാൻ സുഖമായിട്ട് വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിനക്ക് ചിക്കൻ ബിരിയാണി തരാം എന്നാണ് സീതാദേവി ആരോട് പറയുന്നത്? ഗംഗയോട് പറയുന്നത്. താം തഥാ ദർശയിത്വാതു മൈഥിലീം ഗിരി നിന്നകാം നിശസാദ ഗിരിപ്രസ്ഥേ സീതാ മാംസേന ചമ്പയൻ. ഇതം മേദ്യം ഇതം സ്വാദു നിഷ്ടപ്തം ഇതമഗ്നിന ഏവമാസ്തേ സധർമാത്മാ സീതയാ സഹരാഗവം. ഇങ്ങനെ നദിയിൽ കൂടി ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാമനും സീതയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമൻ സീതയോട് പറഞ്ഞു, ഇത് നല്ല ചുട്ടത്, ഇത് നല്ലോണം മുരിഞ്ഞതാണ്, അല്ലയോ സീത, ഇത് കഴിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സീതരാമന് മാംസം നൽകുന്നു. പരിവ്രാജക വേഷം ധരിച്ചെത്തിയ രാവണൻ സീതയെ പിടിക്കാൻ വരുന്നുണ്ട്. സീത തിരിച്ചറിയുന്നതിന് മുമ്പ് പരിവ്രാജകനല്ലേ വരുന്നത്, എന്തെങ്കിലും ഭിക്ഷയായിട്ട് കൊടുക്കണമല്ലോ. അപ്പോ സീത പരിവ്രാജകനായ രാവണനോട് പറയുകയാണ്. ആരണ്യകാണ്ഡം 47-ാമത്തെ സർഗം 17 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയും, എന്റെ ഭർത്താവ് രുരുക്കളെയും 2 തരം മാനുകളെയും വരാഹങ്ങളെയും കൊന്ന് ധാരാളം മാംസവുമായി ഉടലെത്തും എന്നാ പറയുന്നത്. അങ്ങ് വെയിറ്റ് ചെയ്യൂ, വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കറിയാക്കുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം, വെയിറ്റ് ചെയ്യുന്നതാണ്. വനത്തിലാദ്യമായി പർണശാല നിർമ്മിക്കുമ്പോൾ രാമലക്ഷ്മണാദികൾ മാനുഷ്യ മാംസത്താലാണ് വാസ്തുബലി നടത്തുന്നത്. ഇന്നെങ്ങനെയാണ് വാസ്തുബലി നടത്തുന്നത്? പച്ചരി ചോറ് വറ്റിച്ച് ഉണ്ടയുരുട്ടി 64 കളങ്ങളിൽ വെക്കും. അന്നങ്ങനെ ആയിരുന്നില്ല. അന്നെന്താ ചെയ്തത്? അയണേയം മാംസമാഹൃത്യ ശാലാ യക്ഷ്യാമഹേ വയം കർത്തവ്യം വാസ്തുശമനം സൗമിത്രേ ചിരജീവി. ഈ മാനിനെ വിധി പോലെ പാകം ചെയ്തു. ഈ ശാലയുടെ വാസ്തുഹോമം ഇപ്പോൾ തന്നെ നടത്താം എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്. അപ്പൊ ഇഷ്ടം പോലെ മാനിനെയും പന്നിയെയും അത്തരം ഇറച്ചികളും ഒക്കെ കഴിച്ചൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് വാൽമീകി രാമായണത്തിലെ തെളിവ് രൂപങ്ങളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞു. ഞാൻ ഉപസംഹരിക്കുകയാണ്. വാൽമീകി രാമായണവും എഴുത്തച്ഛന്റെ പാഠങ്ങളും സമ്പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, അതിൽ എഴുത്തച്ഛന്റെ രാമായണം കേരളത്തിൽ ഒരു കീർത്തന പാഠമായി ഉറയ്ക്കുന്നതിന് കാരണം പ്രധാനമായി അത് ബ്രാഹ്മണ്യത്തിലെ ചാതുർവർണ്ണ ശ്രേണീകൃതത്തെ ഉറപ്പിക്കുന്നത് കൊണ്ടാണ്. അതൊരു പ്രധാനമായി കീർത്തന പാഠമായി ഉറപ്പിക്കാൻ കാരണം വാൽമീകി രാമായണത്തിന്റെ മേൽക്കോയ്മ പാഠങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾക്ക് ആധാരമായി മാറുന്നത്. വില്ലും അമ്പും കുലച്ചുകൊണ്ട് നിൽക്കുന്ന തെരുവീതികളിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വാൽമീകി രാമായണത്തിലുള്ള ചിത്രങ്ങളാണ്. അത് കേവലം ഹിന്ദുക്കളുടെ ആഖ്യാനങ്ങൾ മാത്രമല്ല എന്നും അത് വാൽമീകി രാമായണത്തിലുള്ളവയാണ് എന്നും ഈ സന്ദർഭത്തിലൂടെ എല്ലാം കടന്നാൽ നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു മേൽക്കോയ്മ പാഠമായി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും ശക്തമായി തന്നെ വാൽമീകി രാമായണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ശബരിയെ പോലെയുള്ള ശ്രമണന്മാരായിട്ട്, കബന്ധനെ പോലെയുള്ളവരായിട്ട്. കബന്ധൻ ശാപം കിട്ടുന്ന ഒരാളാണ്. പക്ഷേ ഈ കബന്ധൻ ശാപം കിട്ടുന്നതിന് മുമ്പ് ഇന്ദ്രനുമായി യുദ്ധം ചെയ്തതിന്റെ ഫലമായിട്ടാണ് തനിക്ക് രാക്ഷസനായി തീരേണ്ടി വന്നത് എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം രാമനും ലക്ഷ്മണനും ഒക്കെ തന്നെ മധ്യേന്ത്യയിലെ കാനനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉറച്ചുപോയ ആര്യൻ മേധാവികളുമായി തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കുണ്ടായ സംഘർഷത്തിന്റെ കഥയായി കൂടി ഇത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് രാമായണത്തിന്റെ പ്രത്യയശാസ്ത്രവും സംസ്കാരവും എന്ന് പറഞ്ഞാൽ അത് ശ്രേണീകൃത അസമത്വത്തിന്റെ പാഠവും സംസ്കാരവുമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പാത തുറക്കുവാനും ഉറപ്പിക്കുവാനും വേണ്ടി രാമായണ പാഠങ്ങളെ ജനാധിപത്യപരമായി പരിശോധിക്കുന്നതിന് ഒരു ഉപാധിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയും, ഹിന്ദുമതത്തെ പരിശോധിക്കുവാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഹിന്ദുമതത്തെ പരിശോധിക്കുവാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഹിന്ദുമതത്തിന്റെ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കുവാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. സാക്ഷാൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചെയ്തതുപോലെ സമത്വത്തെയും സാഹോദര്യത്തെയും മാനദണ്ഡമാക്കി വാൽമീകി രാമായണത്തെയും എഴുത്തച്ഛന്റെ രാമായണ പാഠങ്ങളെയും പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തുകയാണ് ഞാൻ വിനീതമായി
ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും ഇന്ത്യയിൽ സമത്വവും സാഹോദര്യവും നിലനിൽക്കുവാനും സുദീർഘമായി തുടരുവാനും നമ്മളെല്ലാം തന്നെ പരസ്പരം സ്നേഹിക്കുവാനും വേണ്ടിയുള്ള മുന്നുപാധിയായിട്ടും ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുമാണ് എന്നും വളരെ വിനീതമായി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പാഠങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കുവാൻ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ ജനാധിപത്യവാദികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹാഭിവാദ്യങ്ങൾ. ഇത്തരമൊരു സംവാദത്തിന് വേദിയൊരുക്കിയ ഗ്രാമികയ്ക്കും ഗ്രാമിയുടെ ഭരണസാരഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.